അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെയും നീ ആശീർവദിക്കണം. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക.
ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലകളിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങയുടെ മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നയിക്കുവാമേ. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനത്തിൻ്റെ ഓൺലൈൻ റീഡിങ്, ഓൺലൈൻ ട്രാൻസ്ലേഷൻ, വചനത്തിൻ്റെ ഓൺലൈനായിട്ടുള്ള വായനയും തർജിമയും പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള ദൈവാനുഭവ മുന്നേറ്റങ്ങളാണ്. ഉടമ്പടിയിലെ വചന വായന കൊണ്ട് ഒരാൾ കരസ്ഥമാക്കേണ്ടത്. അരമണിക്കൂർ നമ്മൾ വചനം വായിക്കണ്ടേ? അവർക്ക് അച്ഛൻ പറഞ്ഞതൊക്കെ മനസ്സിലുണ്ടാവണം. അതിലൊന്ന്, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. അപ്പം അതിനൊരു പേർ വേർഡുണ്ടാകും. എപ്പോഴും ഒരു ഷാഡോ വേർഡുണ്ട്. ഞാൻ ഷാഡോ വേർഡെന്നാണ് പറയണത്. ഷാഡോ വേർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തു നിഴലും പോലെ ആണെങ്കിലും നിഴൽ ചിലപ്പോൾ വസ്തുവായിട്ട് മാറും. അത് ഒരു കൺവേർഷൻ വായിക്കുമ്പോൾ ഒരു വസ്തുവിനെല്ലാം നിഴലുണ്ടാകുമല്ലോ. അവിടെ ഇതിനൊക്കെ നിഴലുണ്ട്. അപ്പം നിഴൽ കൺവേർട്ട് ചെയ്ത് വസ്തുവായിട്ട് മാറും. അപ്പോൾ വസ്തു വേറെ നിഴലായിട്ട് പോകത്തില്ല. അത് അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്. വേറെ അതിൻ്റെ അന്തർലീനമായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തും. ഇപ്പം എന്താ വചനം? പുറപ്പാട് 22 വായിച്ചു. അടിമത്തത്തിന്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. എൻ്റെ വിഷയം എന്ന് വെച്ചാൽ നമ്മളുടെ ശ്രദ്ധ വ്യത്യസ്തങ്ങളായ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ആധ്യാത്മികമായ ഒരു പരാജയമാണ്. ഇപ്പം നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു എന്ന് പറയുമ്പോൾ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവരുതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കേൾക്കണ വചനമാണെങ്കിലും ഇതുപോലെ കേട്ടിട്ട് പ്രയോജനമില്ലാത്തൊരു വചനം ബൈബിളിലില്ല. കേട്ടിട്ട് ആൾക്കാർക്ക് പ്രയോജനം ഉണ്ടാകാത്തൊരു വചനം. എന്താ കാര്യം വെച്ചാൽ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് സംഭവം. ഒരു വിഭാഗം ഇത് ചുമ്മാ വിഗ്രഹ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് കാറിക്കൂവി മനുഷ്യൻ്റെ ശ്രദ്ധ തിരിച്ചു കളയും. എന്താ കാര്യം വെച്ചാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം വേറെ എന്തിന് പ്രാധാന്യം കൊടുത്താലും ആർക്ക് പ്രാധാന്യം കൊടുത്താലും അത് കൺവേർട്ട് ചെയ്ത് വേറൊരു ദൈവമായിട്ട് വരുമല്ലോ. അപ്പോൾ വേറെ ദൈവം ഞാനില്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ദൈവമല്ല, ഒരു 9000 ദൈവമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കാര്യം വെച്ചാൽ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് എൻ്റെ ദൈവം. എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ അതാണ് നമ്മുടെ ദൈവം. അതായത് ദൈവത്തിൻ്റെ പണ്ട് പോലെ എനിക്കിപ്പോൾ ഇത്രയും നാൾ മനസ്സിലാക്കണം. എങ്ങനെ അറിയാം? നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ. അത് ഞാൻ പറയണതല്ല, എൻ്റെ കുഞ്ഞുങ്ങളെ എന്ത് പ്രയാസമാണെന്നോ. മർക്കോസ് 10:24. അവന്റെ വാക്ക് കേട്ട ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അതെന്താ പ്രശ്നം വെച്ചാല് ആളെ അറിയാതെ പറഞ്ഞു പോയതാണിത്. കർത്താവിനെ അറിയാൻ പറഞ്ഞു പറയുകയല്ലേ. സത്യം പറഞ്ഞ ഇത് പറയേണ്ടായിരുന്നു. കാര്യം ആള് പറഞ്ഞു പോയി ഇങ്ങനെ, എൻ്റെ മക്കളെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എന്ത് പ്രയാസമാണെന്നോ. അപ്പോൾ ആൾക്കാരെല്ലാം ധനവാന്റെ കാര്യത്തിൽ തന്നെ പറയാണ് പോയത് 2000 കൊല്ലമായിട്ട്. എന്താണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബിസിനസ്സുകാരും മറ്റേ ആൾക്കാരും 10 പൈസ ഉള്ളവരാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കരുത്. അത് ചില അണ്ണന്മാർ
അവർക്ക് ജന്മന ഈ ധനവാന്മാരോട് കോംപ്ലക്സ് ഉള്ള ആൾക്കാരുണ്ട്. അവരെ കരുതേക്കാൻ വേണ്ടി ചില ആൾക്കാർ ഉപയോഗിക്കും. അത് കോംപ്ലക്സ് ആണ് ശരിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? മർക്കോസ് 10:25. 10:25. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ധനവാൻ ദൈവരാജ്യം പ്രവേശിക്കുന്നത് എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. സൂചിക്കുഴയിലൂടെ കിടക്കുന്നതാണ്. അപ്പൊ എൻ്റെ അർത്ഥത്തില് ഈ ധനം ദൈവത്തിൻ്റെ ഒരു സ്ഥാനം ചിലരുടെ ജീവിതത്തിൽ ധനത്തിന് അറിയാതെ ദൈവത്തിൻ്റെ സ്ഥാനം വരും. പിന്നെ അവർ വിശ്വാസം വിറ്റുവരെ ധനം സമ്പാദിക്കാൻ നോക്കുമ്പോൾ ധനം അവരുടെ ഉള്ളിലുള്ള ദൈവത്തെക്കാളും വലിയ ദൈവമായിട്ട് ധനം മാറും. അത് ധനം മാത്രമല്ല, നമ്മൾ ദൈവത്തെക്കാൾ എന്തിന് പ്രാധാന്യം കൊടുക്കുന്നുവോ. ഇപ്പം നിസ്സാര കാര്യം. അപ്പം അതിന് വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഒന്നുമില്ല. ചെറിയവരുടെ ഇടയിലും വലിയവരുടെ ഇടയിലും ദൈവത്തെ അവരുടെ ആഗ്രഹത്തിനേക്കാളും അവർ ഇഷ്ടപ്പെടുന്ന വിഷയത്തെക്കാളും വ്യക്തികളെക്കാളും താഴ്ന്ന നിലവാരമാണ് ദൈവത്തിന് കൊടുക്കുന്നത്. ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പണ്ടൊക്കെ, ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒന്നും കാണുന്നില്ല. ഇപ്പം പണ്ടൊക്കെ ഈ കുടുംബങ്ങളിലൊക്കെ നമ്മൾ ബ്ലെസ് ചെയ്യാൻ വേണ്ടി ചെല്ലുമ്പോഴാണ് വല്യമ്മച്ചിമാരോടൊക്കെ ചോദിക്കുകയും, വല്യമ്മച്ചി 2 ആഴ്ച പള്ളി കണ്ടില്ല എന്ന് പറയും. എൻ്റെ കഴുത്തലുണ്ടായിരുന്ന പടയം വെച്ചെന്ന് പറയും. അപ്പം അതാണ് വിഷയം. കഴുത്തലുണ്ടായിരുന്നത് ചിലപ്പോൾ 1/2 പവനോ 1 പവനോ ആയിരിക്കുവേ. അത് പണയം വെച്ചതിൻ്റെ പേരിൽ പരിശുദ്ധ കുർബാന മുടക്കിയെന്നാണ് ചെടുത്തി പറയണത്. അപ്പം നമ്മൾ ചേടത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരും കൂടി ഉരുട്ടിപ്പടിച്ച് കയറേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ഞായറാഴ്ച കുർബാന മുടക്കുന്ന അണ്ണന്മാരെല്ലാവരും ഈ ചേടത്തേക്കുള്ള ഗതികെട്ട അവസ്ഥയാണ്. ചിലപ്പോൾ നിങ്ങളുടെ മക്കളുടെ മനസ്സമ്മതം, കൂട്ടുകാരുടെ മനസ്സമ്മതം, കല്യാണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി വലിയ സ്യൂട്ടും കോട്ടും ഇട്ട് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പോകുന്നില്ലേ? അതെല്ലാം കുർബാനയും മുടക്കിയിട്ടല്ലേ പോണ ചില ആൾക്കാർ. അപ്പോൾ അത് വെറും ദൈവമായിട്ട് മാറുകയാണ്. അപ്പം ദൈവമായിട്ടുള്ള ബന്ധം എന്താണ്? അത് ഒക്കുമ്പോൾ കൂടും. അപ്പോൾ ഒക്കുമ്പോൾ ഉള്ള ബന്ധമേ ഉള്ളു. കൂട്ടുകാരുടെ കല്യാണമൊന്നും ഇല്ല, നാട്ടുകാരിൽ വരെ ഫങ്ഷനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ രാത്രി സിനിമയും കണ്ടിരുന്ന വെച്ചും വൈകുന്നേരത്തെ കുർബാനൊക്കെ പോകുന്ന ആൾക്കാരില്ലേ? രാവിലെ കിടന്നുറങ്ങി. ഇപ്പം ചിലരാണെങ്കിൽ പണ്ട് ഭാര്യമാരൊക്കെ ഉടുപ്പൊക്കെ തേച്ച് ശനിയാഴ്ച തേച്ച് അലക്കി ഇട്ട് ഭർത്താവ് വീട്ടിൽ കയറി വെറുതെ പോയി നാളെ ഞായറാഴ്ചയാണേ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നുറങ്ങരുതെന്ന, രാവിലെ പള്ളിയിൽ പോകാനാണ് ഞാൻ നിങ്ങളുടെ ഉടുപ്പ് തേക്കണമെന്ന് പറയണത്. ഇന്ന് അങ്ങനെ പറയാൻ ആരുമില്ല. എൻ്റെ അടുത്ത് ഇവർ വന്ന് നിൽക്കണമെല്ലാം വളരെ വിനയത്തോടും എളിമയോടും ആ കുഞ്ഞുങ്ങളെ കാണിക്കാനും, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റിയെന്നൊക്കെ പറയുമ്പോഴാണ് എനിക്കറിയാം ഇവർ ദൈവത്തിന് വലിയ പ്രാധാന്യമില്ലാതെ ജീവിച്ച ആൾക്കാരാണ്. ആ മധുവിധുവിൻ്റെ കാലത്തും അല്ലാത്ത കാലത്തും പ്രഗ്നൻ്റ് ആയിരുന്ന കാലത്തും ഒന്നും കർത്താവിൻ്റെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു കൊന്ത പോലും ചൊല്ലാത്ത പാർട്ടിയാണ്. പ്രസവിച്ച് കഴിയുമ്പോഴാണ് പല കുഞ്ഞുങ്ങളും കണ്ണും കാര്യം ഇല്ലെന്ന് പറയണത്. അപ്പം കിടന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഒന്നാമത്തെ പണികളെല്ലാം ഇരന്ന് വാങ്ങിക്കണമാണ് കേട്ടോ. ഇരന്ന് വാങ്ങിക്കാനുള്ള കാര്യം പറയാം. എന്നുവെച്ചാൽ നമ്മൾ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയണത് വിശ്വാസരാഹിത്യം. അതായത് വിശ്വാസം ഉണ്ടായിരുന്നൊരു കുടുംബത്തിൽ നിന്ന് വിശ്വാസം ഇല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ് ഏറ്റവും ശപിക്കപ്പെട്ടവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നിങ്ങൾക്ക് മുമ്പ് വേശ്യകളൊക്കെ വരുമെന്ന് പറയുന്നത്. വേശ്യകൾ തന്നെ അല്ലല്ലോ ഇപ്പോൾ വരാണത്. നിങ്ങൾക്ക് മുമ്പ് അവിശ്വാസികൾ വരുന്നുണ്ടല്ല. ഇപ്പം നിങ്ങൾ അവിശ്വാസികളുടെയൊക്കെ സാക്ഷ്യം കേട്ടില്ലേ? പണ്ട് അവിശ്വാസികളായിരുന്ന ആൾക്കാർ ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ 40 കൊല്ലം ദൈവതിരുസന്നിധിയിൽ കൊയ്തു കൂട്ടിയ അനുഗ്രഹത്തിൻ്റെ 40 ഇരട്ടിയാണ് ഇന്നലെ വരെ അവിശ്വാസിയായിരുന്ന ആൾ ഇന്ന് വിശ്വാസിയാകുമ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധി നേടണത്. അത്രയും നേട്ടത്തിനുള്ള സമയം നിനക്കുണ്ടായിരുന്നു. എന്നിട്ട് നീ അത് നാട്ടുകാരെ നേടാനും സ്വർണം നേടാനും പറമ്പ് നേടാനും പാർട്ടിക്കാരെ നേടാനും ഉള്ള കുടുംബ യൂണിറ്റും പാർട്ടി യോഗങ്ങളും സ്ത്രീകളുടെ എന്തോ സംഘടന ഉണ്ടല്ലോ, കുടുംബശ്രീ, അങ്ങനെയുള്ള പരിപാടികളെല്ലാം വെച്ചിരിക്കണത് എവിടെയാണ്? രാവിലെ കുർബാന സമയത്താണ്.
അവിടെ ക്രിസ്ത്യാനികളെ ഹാജർ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെ ചിലർ നിരീശ്വരവാദമുള്ളവരും അല്ലാത്തവരും നമ്മളെ അതിൽ നിന്ന് മാറ്റണമുണ്ട്. ബോധപൂർവ്വം മാറ്റുന്നവരുണ്ട്. ഇതേ സാക്ഷി നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും. തന്ത്രപൂർവ്വം കുടുംബശ്രീ എന്ന് മാറ്റുന്നതിൻ്റെ വേണ്ടി എടുത്തിരിക്കുന്ന നിലപാടുകൾ, പാർട്ടി യോഗത്തിൽ നിന്ന് എടുത്ത നിലപാടുകൾ, അങ്ങനെ കാലാന്തരത്തിൽ ദൈവത്തെയും പള്ളിയെയും ഉപേക്ഷിച്ചവർ മാത്രം പാർട്ടി പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന സമയത്ത് ട്യൂഷൻ, നമ്മുടെ കുർബാന സമയത്ത് പാർട്ടി സമ്മേളനം, പരിശുദ്ധ കുർബാനയുടെ സമയത്ത് അതുപോലെ തന്നെയുള്ള യോഗങ്ങളൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്നെങ്കിൽ അത് നിന്നെ ആശ്രയിച്ചിരിക്കും. ഒന്നെങ്കിൽ നിന്നെ പാർട്ടിയിൽ നിന്ന് അവർ മാറ്റും, അല്ലെങ്കിൽ അവിടുത്തെ ആനുകൂല്യം നിനക്ക് തരത്തില്ല, അല്ലെങ്കിൽ നിനക്ക് നീ അവരിൽ നിന്ന് നീ ദൈവത്തിൽ നിന്ന് മാറും. ഇതെന്താണ് സംഭവിച്ചതെന്ന് നീ ചിന്തിച്ചാൽ മതി. ഏതായാലും കർത്താവ് പറഞ്ഞു പോയി, എന്താണ്? ഞെരുക്കമാണ് മകനെ, സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക ഞെരുക്കം, ബലം പ്രയോഗിക്കുന്നവന് മാത്രം അതിൽ പ്രവേശിക്കുന്നവൻ. ഇപ്പം എല്ലാം മനസ്സിലായില്ലേ? എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എന്നോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുന്ന ഓരോരുത്തരുടെയും ആവശ്യങ്ങളെല്ലാം തക്ക സമയത്ത് വേണ്ട പോലെ ക്രമപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുന്ന അമ്മ മാതാവിനെ ഈശോയ്ക്കും ആദ്യം തന്നെ ഞാൻ നന്ദി സമർപ്പിക്കുന്നു. എൻ്റെ പേര് ഷീബ സിബി, ഇത് എൻ്റെ ഹസ്ബൻഡ് സിബി സേവ്യർ. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഒക്ടോബർ 17 ഉടമ്പടി എടുക്കുന്നത്. ഞങ്ങൾ കട്ടപ്പനയ്ക്കടുത്തുള്ള കാഞ്ചിയാർ സെൻറ്റ് മേരീസ് ഇടവക അംഗങ്ങളാണ്. ഞാൻ ഇപ്പോൾ 12 പുതുക്കി 13ാമത്തെയാണ് ഇനി എനിക്ക് പുതുക്കാനുള്ളത്. ഞാൻ ഇതിനിടയ്ക്ക് 5 പ്രാവശ്യം ഞാൻ അൾത്താരയിൽ കയറി 6-7 സാക്ഷ്യങ്ങൾ വീതം പറഞ്ഞിട്ടുണ്ട്. അപ്പം പലരോടും ചോദിക്കുമ്പോൾ പറയാറുണ്ട്, സാക്ഷ്യം പറയാനായിട്ട് തക്കതായ ഒന്നും അത്രയ്ക്ക് പറയാൻ തക്ക വിധം ഒന്നും സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാറുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു കുഞ്ഞ് സാക്ഷ്യം കിട്ടിയാൽ പോലും നിങ്ങൾ അത് പറയാൻ വേണ്ടി ശ്രമിക്കുക. പറയിപ്പിച്ചില്ലെങ്കിൽ പോലും എഴുതി കൊടുക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. കാരണം ഈ മണ്ണിൽ ചവിട്ടുന്ന ഒരു വ്യക്തി പോലും, അത് ക്രൈസ്തവനോ അക്രൈസ്തവനോ നിരീശ്വരവാദി ആയെങ്കിൽ പോലും, ഈ ഗേറ്റിനടക്കത്ത് കടന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മ മാതാവ് അനുഗ്രഹം തരാതെ വിടുകയല്ല. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് 100% ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ഓരോരുത്തരും അനുഗ്രഹങ്ങളുള്ളത് പറയാതിരിക്കരുത്, അത് പറയണം. പിന്നെ ഓരോ ആരാധനയും ഒരു ആരാധന പോലും നിങ്ങൾ മുടക്കാൻ പാടില്ല. ഓരോ ആരാധനയിലും ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും കൂടുതൽ ആഴത്തിൽ ഉടമ്പടിയെ അത്യുന്നതിയിൽ എത്തിക്കുവാനും നിത്യത വരെ കൊണ്ടു നടക്കുവാനും നമ്മുടെ ഉള്ളിൽ വിശുദ്ധിയോട് നിറയുവാനും തക്കവണ്ണം ഓരോ പോയിന്റുകളും അച്ഛൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ പോയിന്റുകളും നമുക്ക് കൃപയ്ക്ക് മേൽ കൃപയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ആരാധന മുടക്കുകയോ സാക്ഷ്യം പറയാതിരിക്കുകയോ ചെയ്യരുത്. സാക്ഷ്യം പറയാതിരുന്നു കഴിഞ്ഞാൽ ഉള്ള ഭവിഷ്യത്ത് കൊണ്ടുണ്ടായ ഒരു സാക്ഷ്യമാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഞാൻ ഓരോ പ്രാവശ്യം 5-6 പുതുക്കുമ്പോൾ തന്നെ സിസ്റ്റേഴ്സ് ചോദിക്കാറുണ്ട്, സാക്ഷ്യങ്ങൾ വല്ലതും ഉണ്ടോ എന്ന്. അപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സൈൻ ചെയ്ത് തരും. പിന്നെ കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല. അപ്പം പല പ്രാവശ്യം ആയപ്പോൾ എനിക്ക് തോന്നി, ഇനിയിപ്പം എനിക്കതിനുള്ളൊരു ലൈസൻസ് കിട്ടി, ഇനിയിപ്പോൾ സാക്ഷ്യമൊന്നും പറയേണ്ട കാര്യമില്ല എന്ന് ഞാൻ കരുതി. പിന്നെ വന്നിട്ട് പെട്ടെന്ന് ഉടമ്പടി പുതുക്കി പോകാനുള്ള തിരക്കിലാണ്. വന്ന് സമയം മെനക്കെട്ട് നിന്നൊന്നും ചെയ്യാനൊന്നും മെനക്കെടാറില്ലായിരുന്നു. എന്നാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു 2 വർഷം മുമ്പാണ് ഒരു സാക്ഷ്യം പറഞ്ഞത്, ലാസ്റ്റ് പറഞ്ഞത്. അപ്പോൾ സിജാൻ്റെ ഒരു സാക്ഷ്യം തന്നെയാണ് പറഞ്ഞിരുന്നത്. സിജാൻ ഖത്തറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ വെച്ച് കിഡ്നിക്ക് കംപ്ലയിൻറ്റ് വരും. ഒരു കിഡ്നി ചെറുപ്പത്തിൽ എടുത്ത് കളഞ്ഞയാളാണ്, അടുത്ത കിഡ്നി കംപ്ലയിൻറ്റ് വന്നു. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ സിജാൻ വിളിക്കുന്നു, എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. ആ ഒരു സെക്കൻഡ് ഞാനിവിടെ നിന്ന് പ്രാർത്ഥിച്ച് പോയ സമയത്ത് തന്നെ സിജാന് സൗഖ്യം കിട്ടി. ഞങ്ങളിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞത് വേണം. പിന്നെ നമ്മൾ തന്ന അനുഗ്രഹമില്ല, ഇനി അത് തിരിച്ചെടുക്കില്ലല്ലോ എന്നൊരു ധൈര്യവും കൂടി ആയിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ചെറിയൊരു അഹങ്കാരം തോന്നിയതുകൊണ്ടാകാം. കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കുറേ നാളായിട്ട് സിജാന് കാലിന് മുട്ടിന് വേദനയാണ്. 2-3 വർഷമായിട്ട് മുട്ടിന് വേദനയുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ സിജാൻ്റെ സാക്ഷ്യം സിജാൻ തന്നെ പറയട്ടെ. എൻ്റെ പേര് സിബി സേവ്യർ. ഞാൻ ഖത്തറിൽ നിന്ന് തിരിച്ചു വന്ന് അവിടെ 3 വർഷക്കാലം മുട്ടക്കുത്തത്തില്ലായിരുന്നു. ഇവിടെ വന്നു ശിവ അച്ഛൻ്റെ അടുത്ത് കാണാൻ വേണ്ടി പേപ്പർ മേടിച്ചു. അച്ഛൻ എന്നെ ചേർത്ത്. അപ്പോൾ എനിക്കിവിടെ വന്ന് മുട്ടക്കുത്തി നിൽക്കത്തില്ലായിരുന്നു.
ഒരു കുത്തി മുട്ട നിന്നു. ഉടനെ സിസ്റ്റർ പറഞ്ഞു പത്രം വേണമെന്ന് പറഞ്ഞു. ഉടനെ ഇവിടെ കൊണ്ട് പത്രം കൊണ്ട് തന്നു. അവിടെ മുട്ടയെ കുത്തി നിന്നു. ഉടനെ അച്ഛൻ പറഞ്ഞ് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞു. അച്ഛൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തി കുരിശ് രൂപ എൻ്റെ കയ്യിൽ തന്നു. ഷർട്ടും ബനിയനും പൊക്കിയിട്ട് പുറത്ത് കുരിശ് വരച്ചു. തൈലം തൊട്ട് കുരിശ് വരച്ചു. അതിനുശേഷം ഇതുവരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. ഞാൻ ഇപ്പം ഒരു ബസ് ഓടിക്കുന്നുണ്ട്, സ്കൂൾ ബസ്. ഒരു 6 മാസമായിട്ട് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾ കട്ടപ്പനയിൽ നിന്ന് ഓട്ടോറിക്ഷയിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കി ഷിബ പറയും. ഇപ്പോൾ 3 വർഷമായിട്ട് ഭയങ്കര മുട്ടിനുവേദനയാണ്, ഭയങ്കരമായിട്ട് നീരാത്. അപ്പോൾ വിളിക്കുമ്പോൾ ഞങ്ങളോട് രോഗമുള്ളതായിട്ടൊന്നും പറയാറില്ല. വീഡിയോ കോൾ വിളിച്ചാലും എല്ലാ ദിവസവും 2-3 പ്രാവശ്യം വിളിക്കും. വീഡിയോ കോൾ വിളിക്കുമ്പോൾ നമ്മൾ മുഖം മാത്രമേ കാണുന്നുള്ളൂ, ശരീരം കാണുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 84 കിലോ തൂക്കമുള്ള ആൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം 98 കിലോ തൂക്കമായി. അപ്പോൾ ഡോക്ടർ പറയും, ചെല്ലുമ്പോഴൊക്കെ ഡോക്ടർ പറയുന്നത് മുട്ടിനുവേദന വെയിറ്റ് കൂടിയിട്ടാണ്, വെയിറ്റ് കുറയ്ക്കാൻ പറയും. അപ്പോൾ സിജാൻ പരമാവധി ഭക്ഷണം കുറയ്ക്കാൻ തുടങ്ങി. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. എന്നിട്ടും വെയിറ്റ് കൂടുന്നല്ലാതെ കുറയുന്നില്ല. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഇതിന് വേറെ ഇനിയും പ്രത്യേകിച്ച് മരുന്നൊന്നും, വെയിറ്റ് കുറച്ചാൽ മാത്രമേ ഇനി രക്ഷപ്പെടുത്തുള്ളൂ, വേറെ ഒരു രോഗങ്ങളൊന്നും അല്ല സിവിക്കുന്നത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് 60 വയസ്സായപ്പോൾ അവിടെ നിന്ന് റിട്ടയർഡായി. അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞാലും എൻ്റെ കുടുംബത്തിലുള്ള ഒരു നാട്ടുകാരോ പോലും അത് 100% ശരിയാണോ എന്ന് സംശയിക്കുന്ന പലരും അതിലുണ്ടായിരുന്നു. സിജാൻ ഇങ്ങനത്തെ അവസ്ഥയിൽ കാണാതെ തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല കേൾക്കുന്നുള്ളൂ. അങ്ങനെ അപ്പോൾ സിജാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലി പ്രോഗ്രാമുമായിട്ട് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. അന്നേരം കണ്ട മുഴുവൻ പേരും പറഞ്ഞു സിബിക്ക് എന്തോ പ്രശ്നമുണ്ട്, സിബി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പം അമ്മ തന്ന അനുഗ്രഹം തിരിച്ചു പോവുകയല്ലോ, അപ്പോൾ കിഡ്നിക്ക് ഒരു പ്രശ്നമൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ അവൻ പറഞ്ഞു കിഡ്നിക്ക് കുഴപ്പമുണ്ടായിരുന്ന ആളല്ലേ, ഒന്ന് പോയി ചെക്ക് ചെയ്തേക്കാൻ പറഞ്ഞു. ഞങ്ങളത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. പിറ്റേ ആഴ്ച ഞങ്ങൾ വേളാങ്കണ്ണിക്ക് സിജാൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ട്രിപ്പ് പോയി. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്നത് സിബി നീ ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യുക. അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാതാവ് തന്ന അനുഗ്രഹത്തെ പരീക്ഷിക്കണോ എന്ന് ഓർത്തു. എല്ലാവരും നിർബന്ധിച്ചപ്പം ഞങ്ങൾ എന്തായാലും വെറുതെ പോയി ടെസ്റ്റ് ചെയ്തപ്പം ഒരു കിഡ്നി ചെറുപ്പത്തിൽ പോയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത്തെ കിഡ്നി ഫെയിലിയറായി. അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കോട്ടയം മെഡിക്കൽ കോളേജിൽ റിട്ടയർഡ് പ്രൊഫസറായിരുന്ന ഒരു ഡോക്ടറെ പോയി, പുള്ളി ഇപ്പോൾ കാർദാസിൽ വർക്ക് ചെയ്യുന്നു. പുള്ളിയെ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോൾ 2:30 ഒരു തിങ്കളാഴ്ച ദിവസം 2:30 ആകുമ്പോഴത്തേനും വരാൻ പറഞ്ഞു. ആ സമയത്ത് 2 മണിക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ആ സമയത്തിന് മുമ്പ് ഞങ്ങൾക്ക് വെളുപ്പിന് വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ സമയമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും മാതാവിൻ്റെ അടുത്ത് പോയിട്ട് മാത്രമേ, മാതാവ് തിരിച്ചു തന്നതായതുകൊണ്ട് മാതാവിനോടൊന്നും ക്ഷമ പറഞ്ഞിട്ട് മാത്രമേ ഇനി പോകുന്നുള്ളൂ ഡോക്ടറെ കാണാൻ. ഇവിടെ വന്നു. ഞങ്ങൾ ഓഫീസിൽ വന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് എനിക്ക് തുണ്ട് തന്നു. ആ പേപ്പറുമായിട്ട് ഞങ്ങളുടെ അച്ഛനെ കാണാൻ വന്നു. ഇപ്പോൾ സിജാൻ ഒട്ടും നടക്കാൻ വയ്യത്, ഇതിനിടയിൽ കൂടെ വരുമ്പോൾ തന്നെ വേച്ച് വീണ് പോവുകയാണ്. അത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഈ പൊക്കത്തിൽ അത്ര ഒരു തൂക്കമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. വേച്ച് വീണ് പോവുകയാണ്. അങ്ങനെ പിടിച്ചാണ് ഒരു തരത്തിൽ ഇവിടെ കൊണ്ടുവന്ന് കയറ്റി വിട്ടത്. അപ്പം ഞാൻ നടുഭാഗത്തായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പം അച്ഛൻ സിജാൻ വന്ന് ഒരു മുട്ട് കുത്തി, മറ്റേ മുട്ട് കുത്താൻ പറ്റുന്നില്ല, പുറകോട്ട് നീട്ടി വെച്ചേക്കുക. ശരീരം മുഴുവൻ ഭയങ്കരമായിട്ട് അങ്ങ് വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഞാൻ ചങ്ക് പൊട്ടി അങ്ങോട്ട് ഇടുന്ന കരഞ്ഞ് മാതാവിനെ നോക്കി നിന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ സിസ്റ്റർ ചോദിച്ചു പത്രം കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു പത്രം. ഞാൻ അവിടെ നിന്ന് കയറി, നല്ല ആളായിരുന്നു, കയറി ഇവിടെ വരെ വന്നു. അപ്പം അതുവരെ അച്ഛൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വരുന്ന അച്ഛൻ എന്നെ സൂക്ഷിച്ച് എന്നെ നോക്കി. ഞാനും ശരിക്കും എനിക്ക് ഉള്ളിൽ എന്തോ ഒന്ന് തട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ താമസിച്ചു പോയല്ലോ, എന്തോ കുറ്റബോധം പോലെ എനിക്ക് തോന്നിയത്. ഒന്ന് പാത്രം മേടിച്ചപ്പോഴേ സിജാനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ് സിജാനെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ എന്നാണ് എൻ്റെ ഉള്ളിൽ. കാരണം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അച്ഛൻ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. എഴുന്നേറ്റുന്നുണ്ടെങ്കിൽ വട്ടം കയറ്റി ഇങ്ങനെ കെട്ടി അങ്ങ് പിടിച്ചൊരു 10-20 സെക്കൻഡ് നേരം അച്ഛൻ ചേർത്ത് പിടിച്ച് മാതാവിനെ നോക്കി അവിടെ അങ്ങ് നിന്നു. ഞാൻ 12 പുതുക്കിയിട്ടുള്ളെങ്കിലും ഞാനൊരു 30 പ്രാവശ്യത്തിൽ കൂടുതൽ ഈ പള്ളിയിൽ, ഇടുക്കി ജില്ല കട്ടപ്പനയിലാണ്, അവിടെ നിന്ന് ഞാൻ വന്ന് ആരാധന കൂടിയിട്ടുണ്ട്, പ്രാർത്ഥന കൂടിയിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ ഇഷ്ടംപോലെ കേട്ടു. ഞാൻ എൻ്റെ അത് സാക്ഷ്യം കേട്ടിട്ടുള്ള ഓൺലൈനിൽ കേട്ടതിലും എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ തന്നെ ഈശോയും അമ്മയും കൂടെ, ഈശോയും മാതാവും കൂടെയാണ് സിജാനെ കെട്ടിപ്പിടിച്ചേക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അച്ഛൻ എന്നിട്ട് പ്രാർത്ഥിച്ചു, കുരിശ് കൈ കൊടുത്ത് തല തേച്ച് പ്രാർത്ഥിച്ചു, കാശ് രൂപം കൊടുത്തു, തിരിഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അച്ഛൻ തന്നെ പ്രേക്ഷകരോട് പറയാതെ തന്നെ അച്ഛൻ തന്നെ ഷർട്ട് പൊക്കി, ബനിയൻ നന്നായിട്ട് പൊക്കി, നടുവിന് കുരിശ് വരച്ചു.
എന്നിട്ട് പ്രാർത്ഥിച്ചു, ഒന്നും പറഞ്ഞില്ല, പ്രാർത്ഥിച്ചു. സിജാൻ ഞാൻ അവിടെ നിൽപ്പുണ്ട്, എന്നാൽ എന്നെ നോക്കുന്ന പോലെ ഇവിടെ നിന്ന് ഓടി ഇറക്കി ഇങ്ങനെ അങ്ങ് പോവുക. ഞാൻ അവിടെ നിന്ന് ആളിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ചെന്നപ്പോൾ സിജാൻ അതിന് മുമ്പ് അങ്ങ് പാസ് ചെയ്ത് പോയി, അത്ര സ്പീഡിൽ ഓടിപ്പോവുക. അപ്പോഴേ എനിക്ക് മനസ്സിലായി, ആ തൊട്ട സെക്കൻഡിൽ തന്നെ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അച്ഛൻ എന്നെ ഒന്ന് നോക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യം ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ പോയി സ്കാൻ ചെയ്തപ്പം എൻ്റെ വയറ്റിൽ ഫൈബ്രോയിഡ് ഇല്ല. ആ ഒരു നോട്ടത്തിൽ അച്ഛൻ തൊടണമെന്നോ മാതാവിനെ അടുത്തോട്ട് കൊണ്ടുപോകണമെന്നൊന്നുമില്ല. ഈ പള്ളിക്കകത്ത് കാല് കുത്തിയാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും നിന്ന് കേൾക്കാം കാണാമെന്ന് വെക്കാതെ പരമാവധി മുമ്പോട്ട് വന്ന് അച്ഛൻ നമ്മുടെ പ്രാർത്ഥിക്കുന്നിടത്തേക്ക് മുമ്പേക്ക് വന്ന് നിങ്ങൾ അച്ഛനെ കാണുന്ന പോലെ നിന്ന്, മാതാവിനെ കാണുന്ന പോലെ നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ സകല രോഗങ്ങൾക്കും സകല പീഡകൾക്കും വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അനുഗ്രഹമാവുന്ന 100% ബോധ്യപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സാക്ഷ്യം പറയും, ഇവിടെ ഓരോരുത്തർക്കും കിട്ടുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ പറയാൻ നിൽക്കുകയാണെങ്കിൽ 24/7 ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ തീരുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഓരോ ആഴ്ചയും വന്ന് വേണമെങ്കിൽ പോലും സാക്ഷ്യം പറയാനുണ്ട്. പക്ഷേ നമ്മളെ അനുവദിക്കുന്ന 10-30 സാക്ഷ്യമായാൽ പോലും നമ്മളെ അനുവദിക്കുന്ന 10 മിനിറ്റ് സമയം, അല്ലെങ്കിൽ 2-3 സാക്ഷ്യം പറയാനാണ്. അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. പക്ഷേ എല്ലാവരും പറയും വേണ്ടത്ര ഇത് കിട്ടിയിട്ടില്ലെന്ന് പറയും. കിട്ടാത്തതുകൊണ്ടല്ല, അനുഗ്രഹം കിട്ടിയാലും ഞങ്ങളതെങ്ങനെ പറയും, മറ്റുള്ളവർ കേൾക്കുകയല്ലേ അറിയലേ, അതെങ്ങനെ പറയുന്നത്, അല്ലെ കയറി നിന്ന് പറയണ്ടേ എന്നോർത്താണ് നിങ്ങൾ പറയാത്തതെങ്കിൽ ഇപ്പം ഇത് തിരിച്ച് പിടിക്കാൻ മാതാവിന് കഴിയും എന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്താനായിട്ട് ഈ സാക്ഷ്യം ഞാൻ ഉപകാരപ്പെടുത്തുകയാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ചെവി കുറേ കാലമായിട്ട് ചെവിക്കകത്തിങ്ങനെ ബൈക്ക് പോകുന്ന പോലെ കുറൊന്ന് സൗണ്ട് കേൾക്കുമായിരുന്നു. 2 ചെവിയും ഉറക്കത്തിൽ ഊണിൽ എപ്പോഴും ഇങ്ങനെ സൗണ്ട് വരും. അപ്പം ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെവിക്കാൻ വന്ന് അടയുന്നതാണ്, അത് പതുക്കെ പൊക്കോളും. കുറേ കാലം കഴിഞ്ഞപ്പോൾ അതൊരു മുഴക്കമായി. പിന്നെ എനിക്ക് ചെവി കേൾവി കുറവായി, നന്നായിട്ട് കേൾക്കത്തില്ല. പല പ്രാവശ്യം ചെവി കൂർപ്പിച്ചാലേ ഓരോന്നും കേൾക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ആയപ്പോഴത്തേന് ഞാനെന്നിട്ട് ബഡ്സ് എടുത്ത് അതേലും മാതാവിൻ്റെ എണ്ണ എടുത്ത് ചെവിയിൽ കൂടെ തൂക്കും. അന്നേരം പിള്ളേർ എന്നോട് പറയും, അമ്മ ബഡ്സ് കൊണ്ട് കുത്തിയാണ് ഇതുപോലെല്ലാം വന്നത്, ഇനി ബഡ്സ് കൊണ്ട് കുത്തണ്ട, ആശുപത്രിയിൽ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ENT പോയി കണ്ടു. അപ്പം ENT ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു ചെവിയിൽ ഹോളുണ്ട്, കുത്തി ഹോളായിട്ടുണ്ട്. 2 ചെവിയിലും ബഡ്സ് കൊണ്ട് കുത്തി അത് തിക്കായിപ്പോയി. അത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇപ്പം സാധിക്കില്ല. നല്ല ശുദ്ധമായ ഒലിവെണ്ണ കിട്ടുമെന്നുണ്ടെങ്കിൽ മേടിച്ച് 2 ചെവിയിൽ എല്ലാ ദിവസവും 1-2 തുള്ളി ഒഴിക്കുക. ഒരു 2-3 മാസം ശ്രമിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് വന്നാൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യം കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ പോലെ എൻ്റെ ഉള്ളിൽ വേറെ ഒരു മരുന്നും വേണ്ട, മാതാവിൻ്റെ എണ്ണ മതി എന്ന് തൈലം മതിയെന്ന് കരുതിയിരുന്ന എനിക്ക് അങ്ങനെ മാതാവായിട്ട് തന്നെ ഡോക്ടറിൽ കൂടി പ്രവർത്തിച്ചു. ഞാനത് ഒഴിക്കാൻ തുടങ്ങി. ഞാൻ പിന്നെ മറന്നുപോയി, ഈ ചെവിയുടെ പ്രശ്നം ഞാനങ്ങ് മറന്നുപോയി. കുറേ ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്, ഒരു ഈശോയും മാതാവും ഉണ്ണീശോയും ഞങ്ങളുടെ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ആകാശത്ത്, നീല ആകാശത്ത് ജീവനോടെ തലയൊക്കെ അനക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, ജീവനോടെ പ്രത്യക്ഷപ്പെടുന്നു. അത് മാറി സിൽവർ ആകുന്നു, പിന്നെ ഗോൾഡ് ആകുന്നു, അങ്ങ് മാഞ്ഞു പോകുന്നു. അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാൻ ചെവിയിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നി. ഇപ്പം ഞാൻ ബഡ്സ് ഇട്ടില്ല, പിന്നിൻ്റെ മറുവശം കൊണ്ട് പതുക്കെ സൈഡിൽ കൂടെ പതുക്കെ തോണ്ടി. ഇപ്പം എന്തോ ഒരു പഞ്ഞി കഷ്ണം ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കുത്തി ഏതോ ബഡ്സിൻ്റെ പഞ്ഞി ഇരിക്കുന്ന, വീട്ടിൽ പറയാനും പറ്റത്തില്ല. ഞാൻ സൈഡിൽ കൂടെ പതുക്കെ തോണ്ടിയെടുത്തപ്പോൾ ഒരു പാറ്റാക്കുഞ്ഞ് ചത്തിരിക്കുന്ന അത്രയും വലിപ്പമുണ്ട്. അതേ കളറിൽ ഒരു ഡാർക്ക് ഗോൾഡൻ കളറിൽ ചകിരി പോലെ എന്തോ ഒരു സാധനം ചെവിയിൽ നിന്ന് ഇങ്ങ് പോന്നു. അത് ആ ചെവിക്കായ അകത്തിരുന്നത് അത് ആ രീതിയിലായതായിരുന്നു. അപ്പോൾ എനിക്കതൊരു സംശയം, ഇതിലും കാണുമല്ലോ, ഇതും അതുപോലെ തന്നെ 2 ചെവിയിൽ നിന്നും അങ്ങനെ ഓരോ സംഭവം. പിന്നെ എനിക്ക് കേൾവിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മാതാവിൻ്റെ തൈലം കൊണ്ട് മാത്രം മാതാവ് തന്നെ ഇടപെട്ട് അതെനിക്ക് സൗഖ്യപ്പെടുത്തി തന്നു. പിന്നെ എനിക്ക് 56 വയസ്സുണ്ട്. ഞാൻ ഒരിക്കലും ഞാൻ ഇത്രയും പുതുക്കിയതാണ്. ഞാൻ ആദ്യമൊക്കെ 6 ആവശ്യത്തിന് 60 ആവശ്യം ഞാൻ കുത്തി തിരികുന്ന ആളായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നും തന്നെ വെക്കാറില്ല. അപ്പം അല്ലാതെ തന്നെ എനിക്ക് അത്രയും ആവശ്യങ്ങൾ എഴുതാൻ, കാരണം ഓരോരുത്തരും പോകുന്നെന്ന് പറയുമ്പോഴേ 100 കൂട്ടം ആവശ്യങ്ങൾ പറയും, എൻ്റെ കൂടെ ചേർത്തേക്കോ. അപ്പം ഞാൻ അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് വെക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പുതുക്കി ഇറങ്ങുമ്പോൾ ഞാൻ ആ ഓഫീസിൻ്റെയൊക്കെ അവിടെ വന്നപ്പോഴത്തേന് ഞാൻ ചുമ്മാ തിരിഞ്ഞു നിന്നിട്ടുണ്ട്, മാതാവേ എനിക്ക് ഒരു നല്ല ജോലി നീ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടുകയില്ലെന്നും അറിയാം, ഈ പ്രായത്തിൽ ആരും ജോലി തരികയില്ലെന്നും എനിക്കറിയാം. പിന്നെ എൻ്റെ മോൻ്റെ ഒരു ആവശ്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോയി. മോനില്ലാത്തതുകൊണ്ട് അത് സാധിച്ചു. മോനില്ലാത്തതുകൊണ്ട് ഞാനത് സാക്ഷിയായിട്ട് പറയുന്നില്ല.
തിരിച്ച് ചെന്നു. ഒരു മാസം കഴിഞ്ഞപ്പം പിന്നെ ഓൺലൈനിലാണ് ഒരു എംബ്രോയ്ഡറിയുടെ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ആളെ എടുക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പം ഞാൻ ഇവരാരും വിടുകയല്ല എന്നെ. എന്നാലും ഞാൻ ഓൺലൈനിൽ തന്നെ ഞാൻ അപേക്ഷ വെച്ചു. അവരെന്നെ വിളിച്ചു. അന്നേരം ഞാൻ ഇതൊന്നും പഠിച്ചതല്ല. ഞാൻ ഒരു കാര്യങ്ങളും എംബ്രോയ്ഡറിയോ തയ്യലോ പെയിൻറ്റിങ്ങോ ഡ്രോയിങ് യാതൊന്നും പഠിച്ചില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത ഒരു മേഖലയില്ല. സകല കാര്യങ്ങളും ഞാൻ ചെയ്യും. അത് ആ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ട്, എനിക്ക് പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവരോട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് തന്നെ ഞാൻ പോയി. അവിടെ പോയി എംബ്രോയ്ഡറി ചെയ്തു. ഒരാഴ്ച ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു, ഇതുവരെ ഇവിടെ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല, അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് തന്നെ ഷീബ ചെയ്തു എന്ന് പറഞ്ഞു. എന്നെ ക്ഷയിക്കാനൊക്കെ തന്നു. പിറ്റേ ദിവസം എന്നോട് പറഞ്ഞു, ഷീബ ഇങ്ങനെ ഇരിക്കേണ്ട ആളല്ല, ഞങ്ങൾക്കിവിടെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് ഒരു ഒഴിവുണ്ട്, ഇത്രയും കഴിവുള്ള ഒരാളെ ഇങ്ങനെ കുത്തിപ്പിടിച്ചിരുത്താൻ പറ്റത്തില്ല, അതിന് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ അത് തന്നെയാണ് 2019 വരെയും കൊറോണ കാലം വരെയും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥാപനത്തിലും മാനേജർ പോസ്റ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അതിനൊരു പ്രശ്നം തോന്നിയില്ല. ഞാൻ സമ്മതിച്ചു. പിറ്റേ ദിവസം തൊട്ട് തന്നെ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് എന്നെ നിയമിച്ചു. നല്ലൊരു സാലറിയോടെ, എൻ്റെ ഒരു ചേച്ചിയെപ്പോലെ ഒരു നല്ല അവിടെ അറിയപ്പെടുന്ന ഒരു നല്ല കമ്പനിയിലേക്കാണ് എനിക്ക് ജോലി കിട്ടിയത്. നല്ലൊരു മാഡം, എൻ്റെ ചേച്ചിയെപ്പോലെ ഒരു മാഡവും, എൻ്റെ ചേച്ചിയും എൻ്റെ കൂടപ്പിറപ്പുകളെയും എൻ്റെ മക്കളെയും പോലെ കുറേ നല്ല സ്റ്റാഫുകളും എന്നെ അത്രമേൽ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ഒരു നല്ല കൂട്ടായ്മയിലേക്ക്, ഒരു വീട്ടിലേക്കെന്ന് പറഞ്ഞ പോലെ എനിക്ക് അവിടെ ജോലിക്ക് പോകാനും സാധിക്കുന്നുണ്ട്. അതടുത്ത സാക്ഷ്യം. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ബെർത്തോൾ സിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടാകുന്നു. അത് ശരിക്കും 2-3 ദിവസവും ഭയങ്കര വേദനയും ആയിട്ട് ഒരു രക്ഷയില്ലാതെ വന്നപ്പോൾ സാധാരണ ഞാൻ അങ്ങനെ ഹോസ്പിറ്റലൊന്നും അങ്ങനെ പോകുന്ന ആളല്ല. അന്നേരം അങ്ങനെ വന്നപ്പോൾ ഞാനത് കൊണ്ടുപോയി കാണിക്കാനായിട്ട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. വഴി ചെന്നപ്പോൾ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത വേദനയായി. അവിടെ ഒരു വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് അവിടെ കൊണ്ടുപോയി അത്യാഹിതത്തിൽ കയറ്റി. അവിടുന്ന് ചീട്ടെടുക്കാൻ, അപ്പം ഈ ഓപ്പറേഷൻ ചെയ്തേ അത് മാറുള്ളൂ. ഓപ്പറേഷൻ ചെയ്യേണ്ടത് സർജനാണ്. അതുകൊണ്ട് സർജന് ചീട്ടെടുക്കാൻ ഞങ്ങൾ വെച്ചു. പക്ഷേ അവർ ചീട്ട് തന്നത് ഗൈനക്കോളജിക്കായിരുന്നു ചീട്ട് തന്നത്. ഗൈനക്കോളജി ഡോക്ടർ വന്നത് കണ്ടിട്ട് അന്നേരം പറഞ്ഞു, എല്ലാം ഓപ്പറേഷനുകളെല്ലാം ചെയ്യാൻ പറഞ്ഞു. നിമിഷ നേരം കൊണ്ട് എക്സ്റേയും പിന്നെ ECG എടുത്തു, സകല ടെസ്റ്റുകളും നടത്തി, എല്ലാം ചെയ്തു. എൻ്റെ മുരിയെല്ലാം മാറ്റിക്കെട്ടി എല്ലാം ചെയ്തു. എന്നെ ഒരുക്കി കിടത്തി. അത് കഴിഞ്ഞേച്ച് വേറെ 2 ഡോക്ടേഴ്സിനെ കൂടെ കൂട്ടിക്കൊണ്ട് വന്നേച്ച് കാണിച്ചു. ഇത് സാധാരണ ബെർത്തോൾ സിസ്റ്റ് അല്ല, ഇത് വെറൈറ്റിയാണ്. ഞാൻ 35 വർഷമായി ഞാൻ മെഡിക്കൽ ഫീൽഡിൽ. ഈ ഒരു രോഗം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് മലദ്വാരത്തിൻ്റെ ഏലസിനോട് ചേർന്നാണ് ഈ സിസ്റ്റ് കാണുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിലും ഇച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. അത് എടുക്കണേ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് 3 പേരോട് ചർച്ച ചെയ്ത് അവസാനം പറഞ്ഞു, അത് ഫോമിലെത്തിയിട്ടില്ല, അത് ഫോമായിട്ടില്ല, ഇനി 2-3 ദിവസം കൂടെ നോക്കാം, അതിപ്പം ചൊങ്ങി പോകുന്നെങ്കിൽ പോട്ടെ, അല്ലെ പൊട്ടിപ്പോട്ടെ. ഞാനപ്പോൾ പറഞ്ഞുകൊണ്ട് ഡോക്ടറെ എനിക്ക് സഹിക്കാൻ, ഇഞ്ചക്ഷൻ എടുത്തു ഗുളിക തരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റാത്തത്ര വേദനയാണ്, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഒന്നും പറ്റുന്നില്ല, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഡോക്ടേഴ്സ് ഇത് കേൾക്കുന്നു പോകുന്നു എന്നല്ലാതെ ഒരു രക്ഷയില്ല. അവിടെ അഡ്മിറ്റാക്കി. അവസാനം ഇങ്ങനെ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നാളെ അനസ്തേഷ്യ തന്നൊന്ന് നോക്കാം, ശ്രമിക്കാവുന്നേ ഉള്ളൂ, തീരുമാനമല്ല എന്ന് പറഞ്ഞു. ഒരു 10 മണിയൊക്കെ കഴിയുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു പോയി. അന്ന് രാത്രി ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, എനിക്ക് കൂടെ നിൽക്കാനായിട്ട് ഓപ്പറേഷൻ വേണ്ടി വന്നാലും കൂടെ നിൽക്കാൻ ആളില്ല. മോളെ കെട്ടിച്ച് മോള് മസ്കറിൽ ഫാമിലിയായിട്ട് ഒരു കുഞ്ഞു കൊച്ചുണ്ട്, 2ാമത്തെ പ്രഗ്നൻ്റാണ്. അവൾ വരാമെന്ന് വെച്ചാലും കൂടെ നിൽക്കാൻ പറ്റത്തില്ല. മരുമോളുണ്ട്, മരുമോൾ എപ്പോഴും എന്തിനും എൻ്റെ കൂടെ എന്നെ സഹായിക്കാൻ എൻ്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ്. അവൾക്ക് 7 മാസമായ ഒരു കൊച്ചുമുണ്ട്, 5 വയസ്സുള്ള സ്കൂളിൽ പോകുന്നൊരു കൊച്ചുമുണ്ട്. അവൾ വന്ന് നിന്നിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ ശ്രീചാനാണ് സ്കൂൾ ബസ് ഓടിക്കുന്നതുകൊണ്ട് ഒരു ഡ്രൈവർമാരെ പോലും ആ ഒരു ദിവസം കിട്ടി, പിറ്റേ ദിവസം തൊട്ട് അവർക്ക് ആർക്കും സമയമില്ല, ഒരു മനുഷ്യനും വരുന്നില്ല. സാധാരണ ആരെയും പിടിച്ച് സ്കൂൾ ബസ്സിൽ ഏൽപ്പിക്കാനും പറ്റില്ല. അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള, അതുപോലെ അവർക്കൂടെ ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെ വേണം. പറ്റുന്നില്ല. അപ്പോൾ ശ്രീചാൻ വിഷമിക്കുന്നു, ഞാനും വിഷമിക്കുന്നു, മക്കളെല്ലാം സങ്കടപ്പെടുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കൂടെ നിൽക്കാൻ ആളില്ല. അച്ഛൻ പലപ്പോഴും ഇവിടെ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, കൂടെ നിൽക്കാൻ ആളില്ലാതെ വിഷമിക്കുന്നവർ, ചികിത്സിക്കാൻ കാശില്ലാതെ വിഷമിക്കുന്നവർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഇതെല്ലാം ഓരോ ആരാധനയിൽ പറയുന്ന കാര്യങ്ങളല്ല, അതെല്ലാം എൻ്റെ മനസ്സിലേക്ക് മിന്നു പറഞ്ഞു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എനിക്ക് സഹായിക്കാൻ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ എൻ്റെ കൂടെ നിൽക്കാനും എന്നെ ശുശ്രൂഷിക്കാനും കാശ് മുടക്കാനും എല്ലാത്തിനും നീയും ഈശോയും മാത്രമേ ഉള്ളൂ, വേറെ ആരും എനിക്കില്ല. അതുമല്ല, ഞാൻ വേറെ ഒരു കാര്യത്തിന് ഞാൻ ആരെയും ശല്യപ്പെടുത്താൻ പോകാറില്ല. ഒരു കാര്യത്തിനും കൂടപ്പിറപ്പുകളെയോ
ആരെയും തന്നെ ഒരാവശ്യത്തിന് ഞാൻ അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചാൽ ചിലപ്പോൾ വന്ന് നിൽക്കുമായിരിക്കും. ഞാൻ വിളിക്കാറില്ല. ആരുടെ ഏതാവശ്യം കണ്ടാലും ഞാൻ ഓടിയെത്താറുണ്ട്. ഇന്നാരെന്നില്ല, നാട്ടുകാരുടെ ആണെങ്കിൽ പോലും ആവശ്യം തോന്നി ഞാൻ ഓടിച്ചല്ല എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ആരെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്ത് ഞാൻ പറഞ്ഞു, തമ്പുരാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, ഈശോ പറഞ്ഞ പോലെ, എൻ്റെ ഈശോയെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുത്തു മാറ്റണം, എങ്കിലും എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ. എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയോ മക്കളെയോ ബുദ്ധിമുട്ടിക്കുകയോ കാശ് മുടക്കുകയോ ചെയ്യുന്നതിന് എനിക്ക് ഒരു താല്പര്യമില്ല. ഇനി എൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം കഴിഞ്ഞു, എനിക്കിനി ജീവിക്കണം അങ്ങനെ ഒരു ഒന്നുമില്ല. നിൻ്റെ ഇഷ്ടം, ഞാൻ ഇങ്ങനെ വേദന തിന്നണമെന്നാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. എന്നെ അങ്ങോട്ട് വിളിക്കണമെന്നാണെങ്കിൽ ഒരു നിമിഷം കൊണ്ട് എന്നെ വിളിച്ചോണം. എന്നെ കിടത്തി നിറയിപ്പിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകാനിടയാകില്ല. അപ്പോൾ ഒരു നിമിഷം കൊണ്ട് മാതാവിൻ്റെ കയ്യിലേക്ക് എന്നെ കൊണ്ടുപോകണം, അല്ലാതെ എന്നെ വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ന് രാത്രി ഒരു ദിവസം ഞാൻ തരാം. മാതാവ് ഞാൻ മുഖാന്തരം ഒരുപാട് പേർക്ക് മരണത്തിൽ നിന്ന് പോലും രക്ഷപ്പെട്ട അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 6 ദിവസം വെന്റിലേറ്റർ ഊരാൻ പരുവത്തിന് പോലും കിടന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ തൈലം തൂത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ പ്രാർത്ഥനയല്ല, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട്. പിന്നെ മെനഞ്ചൈറ്റീസ് ആയിട്ട് കിടന്ന എൻ്റെ ഒരു ചേച്ചി, അതൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇതൊക്കെ എനിക്ക് തന്നിട്ട് എൻ്റെ ഒരു കാര്യത്തിന് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നെ നീ സഹായിക്കണം. അത് പറഞ്ഞ് എന്നിട്ട് ഞാൻ സ്വിച്ചാനെ വിളിച്ച് പറഞ്ഞു. സ്വിച്ചാനെ ഞാൻ പറഞ്ഞു, ഇനി 6 മണിക്കൂറോടുണ്ട് നേരം വെളുക്കും. 11 മണിയായുള്ള നേരം വെളുത്താലെങ്കിലും നേരം വെളുത്തല്ലോ ഡോക്ടർ വരുമല്ലോ എന്നൊരു സമാധാനമുണ്ട്. നേരം വെളുക്കുമ്പോൾ എൻ്റെ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടും എന്ന് പറഞ്ഞു. അപ്പോൾ സ്വിച്ചാൻ പറഞ്ഞു, അതാന്ന് വെച്ചു കിടന്നു. ഒന്നും യേശോർണോ പറഞ്ഞില്ല, എന്ന് വെച്ച് കിടന്നു. അപ്പം മാതാവായിട്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചായിരിക്കും, ഒരു തെളിവിന് ആൾ വേണമല്ലോ, അതിനായിരിക്കും. സ്വിച്ചാൻ കിടന്ന് ഉറങ്ങി, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുകയാണ്, ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാം. ഞാനൊരു ലൈറ്റ് കളറുള്ള വയലറ്റ് കളറുള്ള ചുരിദാറിട്ട് ഞാൻ ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയുകയാണ് എന്ന്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കം തെളിഞ്ഞു. ആ സെക്കൻഡിൽ എൻ്റെ വേദന പോയി. അപ്പോൾ എൻ്റെ ശരീരത്തിൽ എനിക്ക് അനുഭവപ്പെട്ടു, ആ സംഭവം പൊട്ടി, ഭയങ്കരമായിട്ട് പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഞാനത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വെച്ച് തിരിച്ചു വന്നു. ഞാൻ മുറിയിൽ കിടന്ന് ഞാൻ തുള്ളിച്ചാടുക. തലേദിവസം എന്നെ എടുത്ത് വേണമായിരുന്നു കട്ടിലേന്ന് അടുത്ത പിന്നെ കട്ടിലയിലോട്ട് കിടത്തണമെങ്കിൽ എന്നെ എടുത്ത് കിടത്തണം. എനിക്ക് തിരിയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കിടന്ന് ഞാൻ തുള്ളിച്ചാടുക. ഞാൻ സിച്ചാനെ വിളിക്കാനല്ല എനിക്ക് തോന്നിയത്, മാതാവേ നന്ദി, ഈശോയെ സ്തുതി, ഇങ്ങനെ ഓർത്ത് ചാടുക. എന്നോട് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് വരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, മാതാവ് എന്നെ വന്ന് തൊട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പറഞ്ഞു, ഇന്ന പോലാന്ന്. ഞാൻ പറഞ്ഞില്ലേ സിച്ചാനോട്, അതുപോലെ തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് സിച്ചാൻ പറഞ്ഞു, ഞാൻ പോയി സിസ്റ്ററോട് പറയാം. അത് കഴിഞ്ഞാൽ സിസ്റ്ററോട് പോലും പറഞ്ഞപ്പോൾ സിസ്റ്ററോട് നോക്കി ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു, അതെന്നെ ഓപ്പറേഷൻ നാളെ നടത്താനിരുന്ന ഒരു രോഗം പെട്ടെന്ന് ഡോക്ടർക്ക് ഇങ്ങനെ സന്തോഷമാകുന്ന പൊട്ടിയെ. അത് പറഞ്ഞു, അത് ഇച്ചിരി റിസ്ക്കുള്ള കേസായിരുന്നു, അവർക്ക് ചെയ്യാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. ഇതെങ്ങനെയും ഇത് പൊട്ടിപ്പോയാൽ മതി, അല്ലെ ചൊങ്ങി പോണേന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ പോയത്. അത് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു. അവരെ കൊണ്ട് പറ്റില്ല എന്ന് അവർക്കറിയാമായിട്ടും അവരത് അതങ്ങനെ തന്നെ കൊണ്ടുപോകുമായിരുന്നു. ഈ വേദനയൊന്നും അവർ കണ്ടില്ല. അല്ലെങ്കിൽ പിന്നെ വേറൊരു ആശുപത്രിയിലേക്ക് അവർ റെഫർ ചെയ്യാനായിട്ട് നോക്കിയില്ല. തിരിച്ച് രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ, അല്ലാതെ ഇങ്ങനൊരു സംഭവം ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ കല്ലിച്ച് കിടന്നു, അത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ യാതൊരു സാധ്യതയില്ല, ഭയങ്കര ദൈവാനുഗ്രഹമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പറയാം, എൻ്റെ കൂടെ നിൽക്കാൻ ആരുമില്ല എനിക്ക്. അപ്പോൾ അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസമെങ്കിലും ഇത് ഓപ്പറേഷൻ ചെയ്താൽ കിടക്കേണ്ട വരുമായിരുന്നു. 18 ദിവസമെങ്കിലും അന്ന് ട്യൂബിട്ട് അതിനകത്ത് അതിൻ്റെ പസും ബ്ലഡും എടുക്കാനായിട്ട് ട്യൂബിട്ടുണ്ട് വന്നേനെ. 2 മാസമെങ്കിലും കിടക്കേണ്ട വരുമായിരുന്നു. അങ്ങനെ പറഞ്ഞ ഒരു രോഗത്തെ 1 സെക്കൻഡ് കൊണ്ട് കറക്റ്റ് മാതാവ് പ്രത്യക്ഷപ്പെട്ട ആ സമയം, മാതാവാണ് എന്നെ തൊട്ടതെന്ന് അറിയിക്കാൻ ആ കറക്റ്റ് സമയത്ത് തന്നെ എന്നെ തൊട്ടു. അന്ന് മുതൽ ഈ നിമിഷം വരെ എനിക്ക് പിന്നെ വേദന ഉണ്ടായിട്ടില്ല. അത് എന്തെങ്കിലും ഒരു ചാനലും പൊട്ടുമ്പോൾ നമുക്കറിയാം, പൊട്ടിയാൽ എത്ര ദിവസം കഴിഞ്ഞാണ്. ആ സെക്കൻഡ് മുതൽ ഇതുവരെ എനിക്ക് വേദനയൊന്നും ഉണ്ടായിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ എല്ലാ ടെസ്റ്റുകൾക്കും ഒഴിച്ചു. അപ്പോൾ CRP 6 നിൽക്കേണ്ടടുത്ത് 76 ഏത് സമയം അറ്റാക്ക് ഉണ്ടാകാൻ പോലും സാധ്യതയുണ്ട് CRP കൂടിയാലെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തപ്പോൾ കൾച്ചർ ചെയ്ത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഒരു വൈറസും അതിനകത്ത് ബാക്ടീരിയ വൈറസ് ഒന്നുമില്ല, ക്ലീനാണ്, അത് കുഴപ്പമില്ല. ടോട്ടൽ കൗണ്ട് 1,30,000 ആയിരുന്നു. 30 അല്ല 40 കൂടുതലാകാൻ പാടില്ല. പക്ഷേ ഈ എല്ലാ ടെസ്റ്റുകളും 2 ദിവസം കൊണ്ട് നോർമലാക്കി
ഒരു കുഴപ്പമില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തി മാതാവ് തന്നു ആ സാക്ഷ്യം പറയാൻ എന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഞായറാഴ്ച ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഈ ഒരു രാത്രി നിനക്ക് ഞാൻ തരുവാ, ഞായറാഴ്ച എന്ത് വന്നാലും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറയും, എന്നെ ബെഡേലാണെങ്കിൽ പോലും ഞാൻ അവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കിടന്നത്. അതുപോലെ തന്നെ എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഓട്ടോറിക്ഷയിലാണ്, സാധാരണ ഞങ്ങൾ കാറിന് വരാറുള്ളത് അല്ല ബസ്സിനാണ് വരാറ്. ഇന്ന് ഓട്ടോറിക്ഷയിലാണ് അവിടെ നിന്ന് ഇവിടം വരെ, കട്ടപ്പനയിൽ നിന്ന് ഇവിടം വരെ ഓട്ടോറിക്ഷയിലാണ് വന്നത്. ഒരു പ്രശ്നം എനിക്കുണ്ടായിട്ടില്ല. പൂർണ്ണമായിട്ടും മാതാവ് തന്ന അമ്മ അനുഗ്രഹം തന്ന് എന്നെ രക്ഷിച്ചു. എൻ്റെ ഈ കുഞ്ഞ് സാക്ഷ്യം 10,000-ങ്ങളെ തമ്പുരാനിലേക്ക് അടുപ്പിക്കുവാനും അമ്മയുടെ സാക്ഷിയാക്കി തീർക്കുവാനും അനുഗ്രഹ രോഗസൗഖ്യത്തിനായിട്ടും എല്ലാ കാര്യങ്ങളുടെയും എല്ലാ തീരുമാനമാക്കാൻ തക്കവണ്ണം ഉയർത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വലിയൊരു സാക്ഷ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരും. ഈശോയ്ക്കും അമ്മ മാതാവിനും കൂടാനുകൂടി നന്ദി സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. എൻ്റെ പേര് രഞ്ജു ജേക്കബ്. ഞാൻ ഇടയാർ സെൻറ്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ഇടയാർ കൂത്താട്ടോളം ഇടവക അംഗമാണ്. ഞാൻ ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 ഈ പുണ്യപ്പെട്ട അൾത്താരയിൽ വന്ന് നിന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഏകദേശം കടബാധ്യതകളെല്ലാം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു സ്ഥലവും വീടും എല്ലാം വിറ്റ് കടബാധ്യത തീർക്കാമെന്ന് വിചാരിച്ച് വിൽപ്പനയ്ക്കുള്ള ആളുകളെല്ലാം വന്നു തുടങ്ങി. പക്ഷേ ഒരു 1.5 വർഷം ആളുകൾ ഇങ്ങനെ കയറി ഇറങ്ങുന്നതല്ലാതെ വിൽപ്പന നടക്കുന്നില്ല. മറുപടിയും ഞാൻ ഉടമ്പടി പുതുക്കാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഉടമ്പടി വന്ന് പുതുക്കി ആധാരം കൊണ്ട് ഇവിടെ വന്ന് നമ്മുടെ അച്ഛനെ ജോസഫച്ചനെ കണ്ടു. ജോസഫച്ചൻ പ്രാർത്ഥിച്ച് എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപ എല്ലാം തന്നു വിട്ടു. ഞാനത് പറമ്പിൽ കൊണ്ടുവന്നിട്ടു, പ്രാർത്ഥിച്ചു. ഉടമ്പടി കണ്ടിന്യൂ ആയിട്ട് തുടർന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ സ്ഥലവും വീടും വിൽപ്പന നടക്കുകയും എൻ്റെ കടബാധ്യതകളെല്ലാം വീടുകയും ചെയ്തു. കടബാധ്യതകളെല്ലാം വീടിയെങ്കിലും എൻ്റെ ചേച്ചിയുടെ മോൻ എന്നോട് ചോദിച്ചു, ചിറ്റ ഇനി എന്ത് ചെയ്യും? കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, ഇനി സ്വന്തമായിട്ടൊരു ഭവനം വേണം. ഇതിനെല്ലാം ചിറ്റ എന്താ ചെയ്യുന്നത്? നമ്മുടെ നാട്ടിലുള്ള ശമ്പളം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചപ്പോഴാണ് എനിക്ക് മറുപടിയും ഒരു ഭയം എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഓടിയെത്താനായിട്ടുള്ള സങ്കേതം കൃപാസന അമ്മയാണ്. ഞാൻ തിരിച്ചിവിടെ വന്ന് ഉടമ്പടി വെച്ചു. മാതാവേ, എനിക്ക് സ്വന്തമായിട്ട് ഭവനം വേണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതിനെല്ലാം എനിക്ക് എൻ്റെ നാട്ടിലുള്ള ജോലി, ഞാനൊരു നേഴ്സാണ്, ആ ശമ്പളം കൊണ്ട് എനിക്ക് ഒന്നും ആവില്ല. അതുകൊണ്ട് എനിക്ക് ആകപ്പാടെ ജോലിക്ക് പോകാൻ ഇഷ്ടം ഇസ്രയേലാണ്. എനിക്ക് അവിടെ പോകണം. ഒരുപക്ഷെ മുമ്പെല്ലാം അതിന് പോകാൻ ആഗ്രഹിച്ചപ്പോൾ ഒത്തിരി പൈസയാവും. അത്രയും പൈസ ഇല്ലാത്തതുകൊണ്ട് പോവാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ആഗ്രഹത്തെ മൂടി വെച്ചതാണ്. ഞാൻ മറുപടി ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് ഇസ്രയേലിൽ പോകണം, ഇസ്രയേലിൽ പോകാൻ വേണ്ടിയിട്ട് അമ്മ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രോസസ്സ് എല്ലാം ആരംഭിച്ചു. ഏകദേശം 16 ലക്ഷം രൂപയോളം വേണം പോകുന്നതിന് വേണ്ടിയിട്ട്. അമ്മ എനിക്ക് വേണ്ടിയിട്ട് അമ്മയൊരു ദൂതനെ അയച്ച് എനിക്കുള്ള പൈസ തരണമെന്ന് തന്നെയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന, എന്നെ ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫാമിലി എന്നോട് ചോദിച്ചു, രഞ്ജുവിന് ഇനി പോകാൻ എത്ര ലക്ഷം രൂപയാണ് വേണ്ടത്? ഞങ്ങൾ തരാം. അവരെനിക്ക് പൈസ തരികയും അങ്ങനെ ഏജൻസിയിൽ പൈസയെല്ലാം അടയ്ക്കുകയും എനിക്ക് ആ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റായി. അതിനുശേഷം എനിക്ക് ജോബ് ഓർഡർ വന്നു. അതിനുശേഷം എനിക്ക് വിസ വരുന്നില്ല. എൻ്റെ കൂട്ടുകാർക്ക് വിസ വന്നു, എനിക്ക് വിസ വരുന്നില്ല. അപ്പോൾ പിന്നെ അടുത്ത ടെൻഷനായി. ഞാൻ പിന്നെ മറുപടിയും ഓടി വന്ന് അച്ഛനെ കാണാൻ വേണ്ടി ഇവിടെ വന്നു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് വിസ വന്നില്ല. അപ്പോൾ അച്ഛൻ എൻ്റെ മൂക്കെ പിടിച്ച് ചോദിച്ചു, നിനക്ക് എന്നാ വേണ്ടേ? വിസ വേണമല്ലേ? അതിനെന്താ, അമ്മമാതാവ് നിനക്ക് തരും. കഴിഞ്ഞ ആഴ്ചയാണ് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടിട്ട് പോയത്. മിനിങ്ങാന്ന് എനിക്ക് എൻ്റെ വിസ വന്നു. ശനിയാഴ്ച ഞാൻ കയറി ബോംബെക്ക് പോവുകയാണ്. അവിടെയാണ് മെഡിക്കലും എംബസി ഇൻ്റർവ്യൂവും. അതിനുശേഷം അവിടുന്ന് നേരെ ഇസ്രയേലിന് പോവുകയാണ് ചെയ്യുന്നത്. ഈശോയ്ക്കും അമ്മമാതാവിനും ഞാൻ കോടാനുകോടി നന്ദി പറയുകയാണ്. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രം വാങ്ങി ഹോസ്പിറ്റലുകളും രോഗികളുടെ ഇടയിലെല്ലാം കൊണ്ടുപോയി കൊടുക്കും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഇരിക്കും ഭിക്ഷക്കാർക്ക് ഞാൻ ഭക്ഷണ സാധനങ്ങൾ വീട്ടിലുണ്ടാക്കി പൊതുകെട്ടി ഞാൻ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ ചോദിക്കുന്നത്, ഞങ്ങളുടെ വീടിൽ നിന്ന് കുറച്ച് ദൂരം അകലെയാണ്, ഞാനത് കേട്ടിട്ട് പോലും ഇല്ല, ഒരു മാനസിക രോഗികളുടെ അനാഥാലയമാണ്, അവിടെ 16 പേരാണുള്ളത്, അവർക്ക് മരുന്ന് എടുത്തു കൊടുക്കാൻ ചെല്ലാമോ എന്ന് ചോദിച്ചു.
ഞാൻ വളരെ സന്തോഷത്തോടെ വരാമല്ലോ, എൻ്റെ ഡ്യൂട്ടി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് എന്നു മുതൽ കാല് വെച്ചോ അന്ന് മുതൽ അനുഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ട് സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എൻ്റെ വീട് സ്ഥലവും കാണാൻ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അവർ തന്നെ 3 ദിവസം കൊണ്ട് ടോക്കൺ തരികയും ആ സ്ഥലം വിൽപ്പന അവിടെ നടക്കുകയും ചെയ്തു. ഞാൻ അവരെ കൊണ്ടുപോയി ആശുപത്രിയിൽ എല്ലാ മാസവും ആദ്യ വെള്ളിയാഴ്ചയാണ് സൈക്യാട്രി വിഭാഗമുള്ളത്. ഞാൻ അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവർക്ക് ഇനി മിച്ചം എന്താണോ അവരുടെ അനാഥാലയത്തിന് ഭക്ഷണ സാധനങ്ങൾ വേണ്ടത് അതെല്ലാം മിച്ചം ഞാൻ ലിസ്റ്റ് വാങ്ങിയിട്ട്, എൻ്റെ കയ്യിൽ പൈസ അത്രയും ഇല്ലെങ്കിലും എൻ്റെ ചേച്ചിയോടും ചേച്ചിയുടെ കൂട്ടുകാരോടെല്ലാം എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പൈസ വാങ്ങിച്ച് അവർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. ആരുമില്ല എന്ന് പറഞ്ഞ് അവർ വിഷമിക്കുമ്പോൾ ഞാൻ പറയും, ഞാനില്ലേ നിങ്ങൾക്ക്, ഞാനുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്നാ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആരുമില്ലാതെ അവർ വിഷമിക്കുമ്പോൾ പറയും ചേർത്ത് നിർത്തുക. അവരെ ചേർത്ത് നിർത്താനായിട്ട് എനിക്കിപ്പോൾ ഇഷ്ടം എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ. 16 മാനസിക രോഗികൾ 16 പേരും എൻ്റെ കുടുംബത്തിലുള്ള 5 പേരും, എൻ്റെ വീട്ടിൽ 21 പേരുണ്ടെന്ന് പറയാൻ എനിക്കിഷ്ടം. അതുമാതിരി അവരെ സ്നേഹിക്കാനായിട്ടുള്ളൊരു കൃപ, അവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാനുള്ള കൃപ. അവരുടെ ബെഡെല്ലാം പോയായിരുന്നു, കാരണം അവർ കിടന്ന് മൂത്രമൊക്കെ ഒഴിക്കുന്നത് കൊണ്ട് ബെഡിലെല്ലാം കട്ടിൽ മൂട്ട കയറി ആകപ്പാടെ പോയായിരുന്നു. അതൊരു വലിയ മാനസിക വിഷമായി എനിക്ക്. ഞാൻ ഈശോയോട് പറയും, ഈശോയെ അവർക്ക് ബെഡ് വാങ്ങിച്ചു കൊടുക്കണം, എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിബി എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, അനാഥാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചേട്ടനാണ്. ആ ചേട്ടനോട് ചോദിച്ചു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചേട്ടൻ പറഞ്ഞു നമുക്ക് ബെഡിന് ഓർഡർ കൊടുക്കാം, റെക്സോൺ കവറൊക്കെ ഉള്ള ബെഡാണ്, 10-20 ബെഡ് വാങ്ങിക്കുമ്പോഴത്തേക്കും 10-40,000 രൂപ വേണം. അപ്പം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഓർഡർ കൊടുക്കാം, കർത്താവ് നോക്കും എന്ന് പറഞ്ഞു. ഞങ്ങളതിന് ഓർഡർ കൊടുത്തു. എനിക്കറിയില്ല എങ്ങനെയല്ല ആ പൈസ എൻ്റെ കൈകളിൽ വന്നു, ഞങ്ങൾക്ക് ആ ബെഡ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് അറിയില്ല. ചോദിക്കാതെ തന്നെ അനാഥാലയത്തിലേക്ക് കൊടുത്തോ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പൈസ വരാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് ആ ബെഡെല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി. അവർക്ക് എന്താവശ്യമുണ്ട്, ഈശോയെ എനിക്ക് അവർക്ക് ഇറച്ചി വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചാൽ ആരെങ്കിലും എന്നെ വിളിക്കും, രഞ്ജു എന്നെ കൊച്ചിൻ്റെ ബർത്ത്ഡേയാണ്, അപ്പോൾ അവർക്ക് വേണ്ടി എന്നാ ചെയ്യേണ്ടത് എന്ന് ചോദിച്ച് എന്നെ വിളിക്കും. അവർക്ക് വേണ്ടുന്ന എല്ലാം ചെയ്തു കൊടുക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് എന്നിലൂടെ തമ്പുരാൻ അത് നിറവേറ്റി അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാത്തിനും അവരുടെ ഒപ്പം നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് എനിക്ക് എന്നെ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ കരുണാലയം എന്ന് പറഞ്ഞൊരു അനാഥാലയമുണ്ട് കൂത്താട്ടുകുളത്ത്. വൃദ്ധരായ 65 മാതാപിതാക്കൾ, മക്കൾ ഉപേക്ഷിച്ചവരും മക്കളില്ലാത്തവരുമായ 65 പേര്. അവരുടെ അടുത്ത് പോകും, അവരോട് സംസാരിക്കും, അവർക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിക്കും. അരിയൊക്കെ ഉണ്ട് എന്ന് സിസ്റ്റേഴ്സ് പറയും, വേറെ എന്താ വേണ്ടത് അവർ പറയുന്ന സാധനം അവർക്കും അതെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. അവരോട് സംസാരിക്കും, അവരോട് ഒത്തിരി നേരം സമയം ചെലവഴിച്ച് അവരുടെ വിശേഷങ്ങളെല്ലാം ചോദിച്ച് അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കാനും സമയം ചെലവഴിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാം സാധിക്കും. അങ്ങനെ ഒത്തിരി ദൈവാനുഭവം തമ്പുരാൻ മനസ്സിലോട്ട് തന്നു. അതേമാതിരി പരിശുദ്ധ കുർബാന അനുഭവം, പരിശുദ്ധ കുർബാനയിലും മുമ്പെല്ലാം ഞാൻ താമസിച്ചു പോവും. കുർബാന സമയത്ത് തിരികളൊക്കെ കത്തിച്ചുകൊണ്ട് നടക്കും, അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റാണെന്ന് പരിശുദ്ധ അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നു. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥനയെന്ന് അമ്മ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനായിട്ട്, ആ മുറിയപ്പെടുന്ന ഈശോയെ കാണാനായിട്ട് എനിക്ക് സാധിക്കും. വിശ്വാസത്തോടെ കുർബാന സ്വീകരിക്കാൻ എനിക്ക് സാധിക്കും. ഇതെല്ലാം എനിക്ക് സാധിച്ചത് ഞാൻ വെറും 0. ഈ അമ്മ മാതാവ് കരം പിടിച്ചുകൊണ്ട് മാത്രമാണ്. അമ്മ ഈശോയോടൊപ്പം ഈശോയിൽ എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഉടമ്പടി. അങ്ങനെ അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം മൂലം ഈശോയെ കണ്ടെത്തുവാനായിട്ട്, എല്ലാവരെയും സ്നേഹിക്കുവാനായിട്ട്, ക്ഷമിക്കുവാനായിട്ട് ഒത്തിരി കൃപകൾ നൽകി ഈ ഉടമ്പടി മൂലം ദൈവം എന്നെ സഹായിച്ചു. ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ പുണ്യപ്പെട്ട ആൾത്താരിൽ ആതിര, ഞാനിവിടെ അർത്തുങ്കൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ ആദ്യമായി ഉടമ്പടി എടുത്തത് ഡിസംബർ 27, 2023 പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി. ഞാൻ ഇത്ര അടുത്തായിട്ട് പോലും വളരെ വൈകിയാണ് കൃപാസനത്തിൽ എത്തിയത്. എനിക്ക് എല്ലാവരും പറയുന്നത് പോലെ ആദ്യം അത്ര വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും സോഷ്യൽ മീഡിയാസ് വഴിയുള്ള പരിഹാസവും അതൊക്കെ കണ്ടാണ് അങ്ങനെ പോയിരുന്നത്. പക്ഷേ ഞാൻ 2022 IELTS ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നത്. അതിന് ഞാൻ കോട്ടയത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞത്, നീ എന്തുകൊണ്ട്, അവരൊക്കെ സ്ഥിരമായി വരുന്നതാണ് കൃപാസനം, നീ എന്തുകൊണ്ടാണ് ഇവിടെ പോവാൻ ഞാൻ എന്നോട് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വന്നത്.
അതൊരു എക്സ്പെരിമെൻ്റ് എന്ന രീതിയിൽ, ഞാനൊരു പരീക്ഷണം എന്ന രീതിയിലായിരുന്നു വന്നത്. ഞാനിവിടെ വന്നു, എൻ്റെ നിയോഗങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കാതെ അങ്ങ് എഴുതി പോവുമായിരുന്നു. പക്ഷേ എനിക്ക് ഡിസംബറിലാണ് ഞാൻ വന്ന ഉടമ്പടി ആദ്യമായിട്ട് എടുത്ത്. ജാനുവരിയിൽ ഞാൻ IELTS എക്സാം എഴുതുമായിരുന്നു. എനിക്ക് ഓവറോൾ നല്ല മാർക്ക് 7 കിട്ടിയായിരുന്നു. അത് ഒരു ഹൈ സ്കോറായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് എനിക്ക് ആ നല്ല സ്കോർ കിട്ടിയതെന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ IELTS റിസൾട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ഭയങ്കര വിശ്വാസമായി. ഞാൻ ഡെയിലി പ്രാർത്ഥന, ഈവനിങ് ആൻഡ് മോർണിംഗ് പ്രെയർ കൂടാൻ തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനം കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങി. സാക്ഷ്യങ്ങളൊക്കെ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് കാനഡ വിസ ഉണ്ടായിരുന്നു. ആക്ച്വലി എൻ്റെ കരിയർ PG കഴിഞ്ഞിട്ട് എനിക്ക് 7 വർഷത്തെ ഒരു കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കാനഡയിൽ ഇനി സ്റ്റഡി വിസയ്ക്ക് പോകാൻ കുറച്ച് റിസ്ക് ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്തോ ഭാഗ്യം എന്ന് പറയാൻ, ഞാൻ ജസ്റ്റ് വിസയ്ക്ക് വെച്ച് 5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കാനഡ വിസ അപ്രൂവലായി. അതും എനിക്കൊരു സ്വപ്ന ദർശനമായിരുന്നു. ജൂലൈ 28 എനിക്ക് വിസ അപ്രൂവലായത്. അതും ഞാൻ വിസ ചെക്ക് ചെയ്തില്ല, എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. മെയിലിൽ ഞാനിങ്ങനെ ഉച്ചയ്ക്ക് 3 മണിക്ക് എന്തോ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സ്വപ്നത്തിലൊരു ദർശനം പോലെ ജിമെയിലൊരു നോട്ടിഫിക്കേഷൻ വിസ അപ്രൂവൽ എന്ന് കണ്ടു. പെട്ടെന്ന് തന്നെ ഞാൻ എഴുന്നേറ്റ് മെയിൽ ചെക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്കാണ് കണ്ടത് എനിക്ക് കാനഡ വിസ, സ്റ്റഡി വിസ അപ്രൂവലായി. പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ബ്രദറുമായിട്ട് ഇവിടെ വന്നു, നന്ദി പറഞ്ഞു. അതിനുശേഷമായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ അമ്മയും പിന്നെ ഉടമ്പടി ഇവിടെ വന്നെടുത്തു. അമ്മയും ഉടമ്പടി ജീവിതം നയിക്കുമായിരുന്നു ഇത്രയും കാലം. അമ്മയ്ക്ക് പല്ലിന് റൂട്ട് കനാൽ ചെയ്തപ്പോഴത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ തൈലം ഉപയോഗിച്ച് അത് ചെയ്തതിന് ശേഷമാണ് അമ്മയ്ക്കത് ക്ലിയർ ആയത്. പിന്നെ എനിക്ക് ജൂലൈ 28 സ്റ്റഡി വിസ അപ്രൂവലായി. പെട്ടെന്ന് തന്നെ എനിക്ക് കാനഡയിലേക്ക് പോകാൻ ഭാഗ്യമുണ്ടായി. സെപ്റ്റംബർ 28 ഞാൻ കാനഡയിലേക്ക് പോയി. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ വിസ കിട്ടാൻ വളരെയധികം റിസ്ക് ആയിരുന്നു. എനിക്കൊട്ടും ഹോപ്പില്ലായിരുന്നു. പക്ഷേ ഡെയിലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു എനിക്ക് എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ എനിക്ക് കാനഡയിൽ പോകാൻ പറ്റി. ഒരു കോണ്ടാക്റ്റും എനിക്ക് അവിടെ ഇല്ലായിരുന്നു. ഫസ്റ്റാണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുന്നത് പോലും. എൻ്റെ കയ്യിൽ മാതാവിൻ്റെ ജപമാലയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് പോലും. അങ്ങനെ എനിക്ക് കാനഡയിൽ എത്തിയിട്ടാണെങ്കിൽ പോലും ആരും അങ്ങനെ കണക്ഷനോ ഫ്രണ്ട്സോ അവിടെ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങിയത് തന്നെ എനിക്ക് മാതാവ് കൂടെയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ചെന്നത് മോർണിംഗ് ടൈമിലായിരുന്നു. അപ്പം തന്നെ എനിക്ക് ബാങ്ക് അക്കൗണ്ട്, അവിടുത്തെ സിൻ ഡീറ്റെയിൽസ് എല്ലാം ആ ഡേയിൽ തന്നെ എനിക്ക് സെറ്റായി. ഞാൻ പഠിക്കുന്ന കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീട്. അതും എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു. അവിടെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടൊരു വീട് കൂടെയാണ്. ഞാൻ ആ വീട്ടിലെ ഒരു മുറിയിൽ ഫസ്റ്റ് ടൈം കയറി ചെന്നതേ ഞാൻ കാണുന്നത് മാതാവിൻ്റെ ഒരു ക്രിസ്റ്റൽ ഷേപ്പിലുള്ള ഒരു ചെറിയ രൂപമാണ്. കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ രൂപമാണ് കാണുന്നത്. എനിക്ക് അപ്പം തന്നെ മാതാവിൻ്റെ ഒരു പ്രസൻസ് അനുഭവപ്പെട്ടത്. കാരണം ആരുമില്ലാതെ ഒറ്റയ്ക്കാണ് ഞാനെന്നാ കരുതിയ അവിടെ. പക്ഷേ അത് വല്ലാത്തൊരു കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക് തന്നത്. അപ്പോൾ അവർ റൂമിൽ നേരത്തെ താമസിച്ചിട്ട് പോയ ആരുടെ ഒരു രൂപമാണ് അത്. ഞാൻ ചെന്നന്ന് തൊട്ട് ഞാൻ ആ രൂപം നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എടുത്ത കോഴ്സ് IT സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്നൊരു കോഴ്സാണ്. അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. കോഴ്സിൻ്റെ ഫസ്റ്റ് സെമ്മിൽ തന്നെ എനിക്ക് ഒരു 50 മാർക്ക് വേണം നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട്. ഒരു ക്വിസ് മിസ്സായത് കാരണം എനിക്ക് 41 മാർക്കേ കിട്ടിയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ആ കോഴ്സ് ഫെയിലാണ് എന്ന് കരുതി വിഷമിച്ചിരിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നിങ്ങളൊന്ന് റിക്വസ്റ്റ് മെയിൽ അയക്ക്, പ്രൊഫസർക്ക് ജയിക്കാൻ പറ്റുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ല. ഞാനത് റിപ്പീറ്റ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ഉറക്കത്തിലായിരുന്നു. ഇതിനെപ്പറ്റി ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച്
അങ്ങ് ഉറങ്ങുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ഞാനൊരു സ്വപ്നം കാണുവാണ്. അത് ഇവിടെ കൃപാസനം ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ പ്രൊഫസറോട് ഇങ്ങനെ ഞാൻ സംസാരിക്കും. ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ കോഴ്സ് പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും പ്രൊഫസറിനോട് സംസാരിക്കുന്നു. പ്രൊഫസർ ഒരു കെനിയക്കാരനാണ്. പുള്ളിക്കാരനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുവാണ്, ഞങ്ങൾക്ക് ആ ക്വിസ് മിസ്സായി പോയതാണ്, അല്ലാതെ മാർക്ക് കുറഞ്ഞതാണ്, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ജയിപ്പിക്കണമെന്ന്. 9 മാർക്ക് വേണമായിരുന്നു എനിക്ക് ജയിക്കാൻ. അപ്പോൾ തന്നെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഒരു 10 മണി വരെ വെയിറ്റ് ചെയ്തു പ്രൊഫസറെ കോൾ ചെയ്യാൻ. കോൾ ചെയ്ത് പ്രൊഫസറിനെ വിളിച്ച് കുറച്ച് സംസാരിച്ചതേ ഉള്ളൂ. പുള്ളിക്കാരൻ അപ്പം തന്നെ കൺവിൻസായി എനിക്ക് 9 മാർക്ക് തന്നു. ഞാൻ ഫസ്റ്റ് സെം ഓൾ പാസ്സായി. അങ്ങനെ അതും ഒരു അത്ഭുതമായിരുന്നു എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ കോഴ്സ് ഭയങ്കര ടഫായത് കാരണം അത് മാതാവിൻ്റെ അനുഗ്രഹമായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ ഇന്ത്യയിൽ നിന്നുള്ള ഫ്രണ്ട്സിനും ഒക്കെ സ്ഥിരം അറിയാം, ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം എൻ്റെ കൂടെയുള്ളവരൊക്കെ വേറെ മറ്റ് സ്റ്റേറ്റ്സിലുള്ളവരും മറ്റ് രാജ്യക്കാരും ഒക്കെ ആയിരുന്നു. അപ്പം ഞാൻ കാശുരൂപം എടുത്ത് പ്രേ ചെയ്യുന്ന കാണുമ്പോൾ അവർക്കുമൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പോൾ എല്ലാ എക്സാമിനും എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ഇവരെന്നെ കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ സെക്കൻഡ് സെമസ്റ്ററൊക്കെ ആയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2-3 പേര് ഈ കാശുരൂപം വാങ്ങിച്ചു വെച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ എടുക്കുന്നതിനെക്കാട്ടി അവരെന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കാൻ തുടങ്ങി, നീ കാശുരൂപമായിട്ട് വരണം, പ്രാർത്ഥിക്കേണ്ട. അങ്ങനെ എക്സാമിന് കയറുമ്പോഴൊക്കെ ഞാൻ കാശുരൂപമായിട്ട് കയറിയാണ്. വളരെ ടഫായിരുന്നു എൻ്റെ കോഴ്സ്. മിക്കവരും പകുതി വഴിക്ക് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് പോകുന്ന കോഴ്സായിരുന്നു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്തോടെ ഞാൻ 2025 ഡിസംബർ 24 കോഴ്സ് 77% കംപ്ലീറ്റ് ചെയ്തു. അത് ഭയങ്കര വലിയൊരു അനുഗ്രഹമാണ് എൻ്റെ ജീവിതത്തിൽ. മാതാവിനോട് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ പാർട്ട് ടൈം ജോബ് കിട്ടാനുള്ളൊരു പ്രശ്നം. ഞാനിവിടെ കാനഡയിൽ പോകുന്നതിൻ്റെ തലേ ദിവസം വന്ന് ജോസഫ് അച്ഛനോട് പറഞ്ഞ് അച്ഛൻ എന്നെ വിഷ് ചെയ്തൊക്കെ വിട്ടതായിരുന്നു. അപ്പോഴത്തേക്ക് ചെന്ന് ഒരു 4 മന്ത്സ് കഴിഞ്ഞിട്ടും എനിക്ക് അവിടെ പാർട്ട് ടൈം ജോബൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ അമ്മ ഉടമ്പടി എടുത്തായിരുന്നു ഞാൻ എടുത്തതിന് ശേഷം. അപ്പോൾ അമ്മ ഒരു തീയതി ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചത് 2025 ഏപ്രിലിനുള്ളിൽ എനിക്കൊരു പാർട്ട് ടൈം ജോബ് കിട്ടണമെന്നായിരുന്നു. അതുപോലെ ഇതിനിടയ്ക്ക് ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ജോബൊന്നും സെറ്റായില്ല. അങ്ങനെ ഏകദേശം 2025 മാർച്ച് 28 എനിക്ക് പാർട്ട് ടൈം ജോബ് ലഭിച്ചു. അതും ഒരു നല്ല ജോബാണ് കിട്ടിയത്. മാരിയറ്റ് ഹോട്ടലിലാണ് എനിക്ക് അവിടെ കാനഡയിൽ തന്നെ നല്ല ജോബ് കിട്ടിയത്. അവിടെ വർക്ക് ചെയ്തിട്ട് എനിക്ക് ആ ജോബിൽ നിന്ന് കിട്ടിയ ഏണിങ്സ് കൊണ്ടാണ് എൻ്റെ ബാക്കിയുള്ള സെമസ്റ്ററിൻ്റെ ഫീസ് എല്ലാം അടയ്ക്കാൻ പറ്റി. എനിക്ക് കുറച്ച് പൈസ എൻ്റെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റി. ഇതെല്ലാം മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എപ്പോഴും ആവർത്തിച്ച് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ നിയോഗങ്ങളിലൊന്നായിരുന്നു 2026 ജാനുവരി മാസത്തിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുക എന്നത്. അത് എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റിയില്ല. കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഏകദേശം മാക്സിമം ഒരു 2 ഇയേഴ്സ് എടുക്കും എല്ലാവരും തിരിച്ചു വരാനും. പക്ഷേ എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ, ഞാനിപ്പോൾ പോയിട്ട് 1 വർഷവും 4 മാസം ആയതേ ഉള്ളൂ, അപ്പോൾ തന്നെ എൻ്റെ കോഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് വന്ന് ഇവിടെ മാതാവിനെ കണ്ട് സാക്ഷ്യം പറയാൻ കഴിഞ്ഞു. അതും വളരെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നു. എല്ലാത്തിനും അമ്മ മാതാവിനോട് നന്ദിയുണ്ട്. മരണം വരെ ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാത്തിനും അമ്മയോട് നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തിരുന്നത് പത്രവിതരണമായിരുന്നു. ഞാൻ പോകുന്ന സമയത്തൊക്കെ ഞാൻ പത്രവിതരണം ചെയ്തിരുന്നു. പിന്നീട് അമ്മയാണ് ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. പിന്നെ പാവപ്പെട്ടവർക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ അതും എല്ലാം അമ്മയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയിരുന്നത് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹങ്ങളും എല്ലാ ബ്ലെസ്സിങ്സും അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പറയുക, അവർ ഈ ഒരു കൃപാസന മാതാവിൻ്റെ ആ ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്ന ആ ഒരു പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിരുന്നു എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചിട്ട് പോയിട്ട് അവിടെ വിതരണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ രാവിലെയുള്ള മോർണിംഗ് ബ്രെഡ് ആയിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് ഞാൻ കരുതുന്നത്.
ഡെയിലി ബ്രെഡ്. ആ ഡെയിലി ബ്രെഡ് കൂടി അതാണ് എൻ്റെ ഫസ്റ്റ് മോർണിംഗ് റൊട്ടീൻ. ആ അച്ഛൻ്റെ ബ്ലെസ്സിങ് ആയിരുന്നു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എനർജി. ആ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞ് പോകുന്നത് ജീവിതത്തിൽ നമുക്ക് വളരെ എല്ലാവർക്കും, എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഒരു ബ്ലെസ്സിങ് ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ധ്യാനം, ഉടമ്പടി ധ്യാനം ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കൂടാറുണ്ടായിരുന്നു. പണ്ടൊക്കെ ഫോണിൽ റീൽസ് കാണുന്ന ഞാൻ ഇപ്പോഴൊക്കെ ടൈം കിട്ടുമ്പോഴൊക്കെ സാക്ഷ്യം കേൾക്കുന്നു. അങ്ങനെ കൂടുതലായിട്ട് ആ ഒരു ആത്മീയതയിലേക്ക് പോകുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിളിലെ വചനങ്ങൾ വായിക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്കും എക്സാമിനോ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ഞാൻ വചനം എടുത്ത് വായിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ മീനിങ്സ് ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ഫോണിലുണ്ടായിരുന്നു. ആ വചനം എടുത്ത് നോക്കിയിട്ട് പോകുമ്പോഴായിരുന്നു അത് ആ നല്ല വചനങ്ങൾ കിട്ടുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ഒരു ഇറ്റ് വിൽ മേക്ക് എ ഡേ എന്നായിരുന്നു. അതൊക്കെ നല്ല ഒരു തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി. എൻ്റെ പേര് സാന്ദ്ര. ഞാൻ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂർ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് 2024 സെപ്റ്റംബർ മാസത്തിലാണ് എടുത്തത്. അന്ന് ഞാൻ എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു. സിവിൽ എൻജിനീയറിംഗ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ പഠിക്കണ സമയത്തായാലും പ്രൊജക്റ്റ് ആ ലാസ്റ്റ് ഇയറിൻ്റെ പ്രഷറും എല്ലാ സമയവും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ ഉടമ്പടി എടുത്തത്. ആ സമയത്ത് തന്നെ എനിക്ക് എല്ലാം പ്രൊജക്റ്റിൻ്റെ കാര്യത്തിനായാലും പഠന കാര്യത്തിലായാലും എല്ലാം ഒരു തടസ്സവും കൂടാതെ എനിക്ക് എൻജിനീയർ ആവാൻ സാധിച്ചു. അതുകൂടാതെ എനിക്കിപ്പോൾ ഞാനൊരു വലിയ അനുഗ്രഹം കിട്ടി. എനിക്ക് ന്യൂസിലൻഡിൽ പോകാനായിട്ടുള്ള വിസ വന്നു. അതിനെപ്പറ്റിയാണ് പറയണത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ കൂട്ടുകാർ ഒരു 2 പേര് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ന്യൂസിലൻഡിൽ പോകാനായിട്ട് ഒരുമിച്ച്. പക്ഷേ IELTS ചേർന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ് അവരില്ല, അവർ ബാക്കൗട്ട് ചെയ്യാണ്. ഞാൻ ഒറ്റപ്പെട്ട് സ്റ്റക്കായ ഒരു അവസ്ഥയായിരുന്നു. വെച്ചാൽ ഞാനെപ്പോഴും ഒരു രാജ്യത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ആരും ഇല്ലാണ്ടായ ഒരു സിറ്റുവേഷനിൽ വന്നപ്പോഴും എൻ്റെ ഒരു ആഗ്രഹം നടത്തണം എന്നുള്ള ഒരു ഇതും, പിന്നെ ഞാൻ അമ്മേനോട് പ്രാർത്ഥിച്ച്, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച്, അമ്മ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ ഒറ്റപ്പെട്ടു, ആരും ഇല്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ എന്നെ കൈവിടല്ലേ, ഞാനിതിന് എന്തായാലും IELTS ചേർന്ന്, അപ്പോൾ ഞാനിതിന് വേണ്ടി ഇറങ്ങുകയാണ്, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോ സ്റ്റെപ്പും ഞാൻ പിന്നെ ചെയ്തത്. അപ്പോൾ IELTS സമയത്തും എനിക്ക് പഠിക്കാൻ പറ്റണില്ല. ഒരു ലാംഗ്വേജാണ്. അപ്പോൾ സ്പീക്കിങ്ങിനാണ് ഞാൻ ഏറ്റവും പ്രശ്നങ്ങൾ നേരിട്ടത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം എക്സാം എഴുതിയിട്ട് എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് വളരെയധികം ഒരു നിരാശ വന്നായിരുന്നു. എന്താണ് അമ്മ, എനിക്കെന്താണ് പറ്റാത്തത്, എന്നെക്കൊണ്ട് എനിക്കിത് പറ്റൂലേ, എൻ്റെ ജീവിതം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പുറത്തോട്ട് വന്ന് തന്നെ ആഗ്രഹിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഒരു സ്റ്റക്കായൊരവസ്ഥയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ തന്നെയായിരുന്നു എൻ്റെ കറക്റ്റായിട്ട് ഉടമ്പടി പുതുക്കണ ഒരു സമയം ഉണ്ടായത്. അപ്പോൾ ഞാൻ രണ്ടാമത് IELTS വേണ്ടി ഓൺലൈൻ കോച്ചിങ്ങിന് ഞാൻ ചേർന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അവിടെ ആൾക്കാരല്ല, അവിടെ ഒരു നമ്മൾ പ്രദക്ഷിണം പോകില്ലേ ഉടമ്പടി പുതുക്കണേൻ്റെ, അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ കരഞ്ഞുകൊണ്ട് അമ്മയുടെ അടുത്ത് അടുത്ത പ്രാവശ്യം ഞാൻ പാസ്പോർട്ടൊക്കെയാണ് വന്നത്, പാസ്പോർട്ടും എല്ലാമായിട്ടാണ് വന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്കിത് കിട്ടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ വെച്ച് എൻ്റെ ഒരു ബ്രദർ ഞാൻ കരയണ കണ്ടിട്ടായിരിക്കും എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ച് എന്താണ് പറ്റിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അടുത്ത പ്രാവശ്യം നിനക്ക് വരുമ്പോൾ നീ IELTS കൊണ്ടായിരിക്കും വന്നത്. പിന്നെ അവിടെ നമുക്ക് പ്രദക്ഷിണം പോകുമ്പോൾ മാതാവിനെയും എല്ലാം എല്ലാം പിടിക്കണതിൽ എനിക്ക് കിട്ടിയത് മാതാവിനെ തന്നെയാണ്. അപ്പം ഞാൻ ആ സമയത്ത് എൻ്റെ പാസ്പോർട്ട് എല്ലാം അവിടെ വെച്ച് മാതാവിൻ്റെ തൊട്ട് അടുത്ത് വെച്ചിട്ടാണ് ഞാൻ അന്ന് ഈ പ്രദക്ഷിണത്തിന് നിന്നത്. അപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി, അടുത്ത പ്രാവശ്യം എന്നെ കൈവിടൂല എന്നുള്ളത് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ IELTS പഠിക്കുന്ന ടീച്ചർ എനിക്ക് ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടും എനിക്ക് ഒട്ടും പറ്റണ്ടായില്ല. എനിക്ക് സ്പീക്കിങ്ങിന് ഒരു അക്ഷരം എനിക്ക് പറയാൻ പറ്റണ്ടായില്ല ചോദിക്കുമ്പോഴായാലും. അപ്പോൾ എൻ്റെ അടുത്ത് ആ ടീച്ചർ ഒരു ക്രിസ്ത്യൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഒരു ദൈവവചനം എനിക്ക് പറഞ്ഞത്, സെഫാനിയ 3:17, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ അത് നീ പറഞ്ഞിട്ട് നീ പഠിക്കാനിരിക്കുക. അപ്പോൾ അന്ന് മുതൽ ഞാൻ അത് പറഞ്ഞാൽ പഠിക്കാനിരിക്കുന്നത്. അന്ന് മുതൽ എനിക്ക് വളരെയധികം ഒരു മാറ്റമാണ്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിച്ചു. അതേപോലെ ഞാൻ ഡേറ്റ് എടുത്ത് എക്സാമിന് പോയ സമയത്ത് ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കയറണേൻ്റെ മുന്നേ അവിടെ നിന്ന് ഇൻവിജിലേറ്റർ എൻ്റെ എല്ലാം ചെക്ക് ചെയ്ത സമയത്ത് എന്താണ് പോക്കറ്റിലെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എടുത്ത് കാണിച്ച് മാതാവിൻ്റെ ലോക്കറ്റാണെന്ന്. പക്ഷേ ഒരു സാധനം പോലും അകത്തോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇങ്ങനത്തെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് പോലത്തെ ഒരു എക്സാമിന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ
എന്തോ ഒരു ദൈവഭാഗ്യത്തിന് മാതാവിൻ്റെ അനുഗ്രഹം അന്ന് കൂടെ ഉള്ളതുകൊണ്ട് മാതാവ് ആ ഇൻവിസിലേറ്റർ എൻ്റെ അടുത്ത് പറഞ്ഞ് അത് ആരും കാണാതെ പോക്കറ്റിൽ തന്നെ വെച്ചോ, കയറിക്കോ എന്ന് പറഞ്ഞു. അതെനിക്ക് അപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഒറ്റ ആളുടെ ഒരു സാധനം അവരകത്തോട്ട് കയറ്റാത്ത സമയത്ത് മാതാവ് എനിക്കത് അകത്തോട്ട് കൊണ്ടുപോക്കോന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞ്. അപ്പോൾ എനിക്ക് ആ ഒരു സമയത്ത് എക്സാം എഴുതി ഞാൻ എന്താണോ ഇവിടെ ഉടമ്പടിയിൽ എഴുതിയത്, എനിക്ക് എത്ര സ്കോറാണോ വേണ്ടത് അത് കറക്റ്റ് അത്ര സ്കോറിൽ തന്നെ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പോലും അത്ഭുതം വന്ന രീതിക്ക്, അതും ഒട്ടും സ്പീക്കിങ്ങിന് ഒട്ടും മാർക്കില്ലാത്ത സമയത്ത്, ഫസ്റ്റ് എഴുതിയപ്പോൾ ഒട്ടും മാർക്കില്ലാത്ത സമയത്ത് അതിനേക്കാളും ഇരട്ടി മാർക്കിലാണ് എനിക്ക് സ്പീക്കിങ്ങിന് വന്നത്. അപ്പോൾ ഞാൻ എനിക്കറിയില്ല എനിക്ക് എത്ര അനുഗ്രഹം തന്നത്. അതേപോലെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിസക്ക് വെച്ച സമയത്തും ഞാൻ ഡിസംബറിലാണ് വിസക്ക് വെച്ചത്. അപ്പോൾ ഈ ന്യൂസിലൻഡ് ഓസ്ട്രേലിയ പോണവർക്കൊക്കെ അറിയാം വളരെ തടസ്സമാണ് വിസക്ക് കിട്ടാനായാലും എല്ലാം. അപ്പോൾ ഈ ക്രിസ്മസിൻ്റെ വെക്കേഷനും ന്യൂ ഇയർ ഒക്കെ വന്നുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏജൻസി അടക്കം എല്ലാവരും പറഞ്ഞത് നവംബറിൽ വെച്ചവർക്ക് വരെയും വന്നിട്ടില്ല, അപ്പോൾ നമുക്ക് വരികയാണെങ്കിൽ തന്നെ എന്തായാലും ഡിലേ ആവും, എനിക്കാണെങ്കിൽ ഫെബ്രുവരി ക്ലാസ് തുടങ്ങും. അപ്പോൾ ഈ പക്ഷേ ഞാൻ വിസക്ക് വെച്ചത് ഒരു ഡിസംബർ പാതിയായപ്പോഴാണ്. പക്ഷെ ഒരു മാസം എന്തായാലും എടുക്കും ഇതിൻ്റെ എന്തെങ്കിലും ഒരു കൺഫർമേഷൻ വന്നെങ്കിൽ. പക്ഷെ ഒരു മാസം പോലും എടുക്കാതെ എനിക്ക് അമ്മ ഡിസംബർ ആ വെക്കേഷൻ്റെ സമയത്ത് തന്നെ ഫസ്റ്റ് അപ്രൂവൽ വരാണ്, 29-ാം തീയതി ഫസ്റ്റ് അപ്രൂവൽ വരാണ്. എനിക്കറിയില്ല ഞാൻ എത്രത്തോളം, അപ്പം ഞാൻ ഇരുന്ന് കരയാണ്, മാതാവിനൊക്കെ ഇരുന്ന് കരഞ്ഞു പോയി. എനിക്കറിയില്ല എന്താണ് അമ്മ എന്നെ വിധിച്ചു കൊണ്ടുപോകണ പോലെ എനിക്കിപ്പോൾ ആ രാജ്യത്തോട് ഞാൻ പോകുമ്പോൾ എനിക്ക് തോന്നണത്. അത് കഴിഞ്ഞിട്ട് ഫീസ് പേയ്മെൻ്റ് ആയാലും ഒരു തടസ്സവും കൂടാതെ ഇപ്പോൾ നടന്ന്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ 4-ാം തീയതി വന്ന് ഉടമ്പടി പുതുക്കിപ്പോയി. അപ്പോഴും എനിക്ക് കൺഫർമേഷൻ വിസ വന്നിട്ടുണ്ടായില്ല. ഫസ്റ്റ് വിസ വന്നെങ്കിലും അത് നമുക്ക് പോകാൻ പറ്റൂല രാജ്യത്തോട്ട്, ഫീസ് അടച്ച് കുറേ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് ഇനി അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു ലാസ്റ്റ് വിസ വന്നെ. പക്ഷെ ആ സമയത്ത് ഇവിടെ നിന്ന് 4-ാം തീയതി ഞാൻ ഉടമ്പടി പുതുക്കി പോയി. എനിക്ക് 8-ാം തീയതിക്ക് എനിക്ക് വിസ കൺഫർമേഷൻ വിസ വന്ന് അന്ന് തന്നെ എനിക്ക് ബുക്ക് ചെയ്യാനുള്ള ടിക്കറ്റ് കൊടുക്കാൻ പറ്റി. അതെനിക്ക് ആലോചിച്ചിട്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ടാണ് തോന്നണത്. വെച്ചാൽ എനിക്ക് 9-ാം തീയതി അവിടെ ക്ലാസ് തുടങ്ങാണ്. ആ സമയത്ത് എല്ലാവരും പോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒട്ടുമില്ല, എല്ലാം ബിസിനസ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്ത സമയത്ത് 8-ാം തീയതിക്ക് ഒരേ ഒരു ടിക്കറ്റാണ് ബാലൻസ് ഉണ്ടായത്. എക്കോണമിക് ക്ലാസ്സിൽ കാശ് കുറവിന് ഒരേ ഒരു ടിക്കറ്റാണ് ഉണ്ടായത്. അതെൻ്റെ അടുത്ത് പറഞ്ഞ് ആ ഏജൻസിക്കാർ പറഞ്ഞ് നീ ഇപ്പം എടുത്തോ അല്ലെങ്കിൽ നിനക്കിത് കിട്ടാൻ പോണില്ല. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു ടിക്കറ്റ് മാത്രമായിട്ടാണ് ലാസ്റ്റ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതും ഞാൻ എടുത്ത് അന്ന് തന്നെ ഒരു അത്ഭുതം നടന്ന പോലെ ടിക്കറ്റും എടുത്ത് വിസ എടുത്തപ്പോൾ ഞാൻ വിസയും ടിക്കറ്റും ആയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴും എനിക്ക് ഇവിടെ കയറി പറയാനായിട്ട് അറിയില്ല, എനിക്ക് ഇവിടെ കയറി പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. മീൻസ് എല്ലാവരെയും കണ്ടൊരു സ്റ്റേജ് ഫ്രൈറ്റ് ഉള്ള ഒരാളായതുകൊണ്ട് ഇങ്ങനെ പറയാനൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇവിടെ വന്ന് ഇങ്ങനെ എല്ലാവരുടെയും സാക്ഷ്യം കേട്ടപ്പോൾ എന്തുകൊണ്ട് എനിക്കിത് പറഞ്ഞുകൂടാ, എനിക്കിത് പറയാണ്ട് ഞാൻ ആ രാജ്യത്തോട്ട് എങ്ങനെ മനസ്സമാധാനത്തിൽ പോകുമെന്ന് ഞാൻ ആലോചിച്ച് ഞാൻ എഴുതി വരെയാണ് ഇന്ന് കൊണ്ടുവന്നത്. ഇത് കൃതജ്ഞത പോലെ എഴുതി ഇവിടെ ഇടാന്ന് പറഞ്ഞാണ് ഞാൻ കൊണ്ടുവന്നത്. പക്ഷേ എനിക്ക് അറിഞ്ഞൂടെ ഇവിടെ വന്നപ്പോൾ എനിക്കിത് പറയണം, എനിക്ക് പറയാണ്ട് ആ രാജ്യത്തോട്ട് എനിക്കിനി പോകാൻ പറ്റൂല എന്ന് ഞാൻ ഉറപ്പിച്ച് ഇവിടെ വന്നിപ്പോൾ എഴുതിയാണ് ഞാനിപ്പോൾ ഇത് പറയാൻ കയറിയേക്കണേ. അപ്പോൾ എനിക്ക് ടിക്കറ്റും വിസയൊക്കെ വന്ന് ഞാൻ 8-ാം തീയതി ന്യൂസിലൻഡിലോട്ട് പോവാണ്. അപ്പോൾ എനിക്ക് ഇനിയും ഉടമ്പടി ജീവിതം, എനിക്ക് ഈ ആൾക്കാരിൽ നിന്നുകൊണ്ട് തന്നെ പറയാൻ എനിക്കിത് ഉടമ്പടി ജീവിതം, എനിക്ക് ജീവിതകാലം മൊത്തം എനിക്കിത് കൊണ്ടുപോകണം. എനിക്ക് അത്ര അനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്ന് കിട്ടിയേക്കണത്. വിശ്വസിച്ച് നമുക്ക് എന്തായാലും നമുക്ക് തന്നിരിക്കും. ഒന്നും അറിയാണ്ട് എനിക്കെല്ലാം കിട്ടി. അപ്പോൾ എനിക്ക് അത്രയധികം മാതാവിനോടും തിരുക്കുമാരനോടും 1000 നന്ദി. പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷമായാലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇപ്പോൾ പത്രം കിട്ടണതൊക്കെ ഞാനും അമ്മയും കൂടി തന്നെ എല്ലാ പള്ളികളിലായാലും ഹോസ്പിറ്റലിലായാലും എല്ലായിടത്തും രോഗികളെ സന്ദർശനം എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഞാനിപ്പോൾ മത്തായി ബൈബിൾ ആ ഒരു വചനം മത്തായിയുടെ ഒരു ലേഖനം മൊത്തം ഞാൻ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. സുവിശേഷങ്ങൾ വായിച്ചു തീർത്ത് ഇപ്പോൾ മർക്കോസ് തുടങ്ങിയേക്കാണ്. അപ്പോൾ 1/2 മണിക്കൂറോളം ബൈബിൾ വായിക്കാനും കൂടുതൽ ദൈവത്തെ അറിയാനും ഒക്കെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെയാണ് സാധിച്ചത്. അപ്പോൾ എനിക്ക് എന്നാൽ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി.